أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله عظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، ما شاء الله كان. بسم الله ما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العلي العظيم. സമാദരണീയരായ സാദാത്തുക്കൾ, ആദരണീയരായ പണ്ഡിതന്മാരും, സുന്നി യുവജന സംഘത്തിന്റെയും സുന്നി വിദ്യാർത്ഥി സംഘടനയുടെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും മറ്റും പ്രാസ്ഥാനിക നേതാക്കൾ, സ്നേഹമുള്ള സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, നേരത്തെ സയ്യിദ് അവറുകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ വളരെ അനിവാര്യമായ ഒരു സന്ദർഭത്തിൽ ഈ പ്രദേശത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും ആ പ്രസ്ഥാനം വിഭാവനം ചെയ്യുന്ന ആശയ നിലപാടുകളുമൊക്കെ വിശദീകരിക്കുന്ന ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നു. ഖൈറായത് ചിന്തിക്കാനും ഖൈറിന് വേണ്ടി പ്രവർത്തിക്കാനും അല്ലാഹു നമുക്കും ദുആ കൊണ്ട് കടപ്പെട്ടവർക്കും നമ്മുടെ ഈ പ്രദേശത്തെ നല്ലവരായ മുഴുവൻ വിശ്വാസികൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നാം ദുആ കൊണ്ട് കടപ്പെട്ട് നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മുടെ പരിസരങ്ങളിൽ മറവിട്ട് കിടക്കുന്നവർ, മുഴുവൻ ആളുകളുടെയും ഖബറുകൾ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മൾ മരിച്ചാൽ ഇതുപോലെ നമുക്ക് പാരത്രിക ലോകത്ത് ഉപകാരപ്പെടുന്ന പിന്തലമുറയെത്തൊന്ന് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ലോകത്ത് പരിശുദ്ധമായ ഇസ്ലാം, അത് അല്ലാഹുവിന്റെ മതമാണ്. ആ മതം ലോകത്തെ മനുഷ്യർക്ക് മൂല്യങ്ങളുടെയും ധർമ്മങ്ങളുടെയും വഴി പറഞ്ഞു കൊടുക്കുന്ന ഇലാഹിയായ ദർശനമാണ്. അത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സന്മാർഗമാണ്. ആ സന്മാർഗം ലോകത്തെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ അല്ലാഹു തആല ലക്ഷക്കണക്കായ പ്രവാചകന്മാരെ നിയോഗിക്കുകയാണ്. എന്നാൽ ആ പ്രവാചകന്മാരിൽ ഏറ്റവും വിശുദ്ധരായ വ്യക്തിത്വം അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഹബീബിന്റെ പ്രബോധനം ലോകത്ത് ആഗതമായാൽ അതിന്റെ മുമ്പ് വന്ന പ്രവാചകന്മാരുടെ മുഴുവനും ദഅവത്ത് അതോടുകൂടെ നിർത്തിവെച്ച് ആ പ്രവാചകന്റെ അനുയായികളായി അവർ മാറണമെന്നതാണ് മതത്തിന്റെ നിയമം. ഇതുപോലെ ആ ഹിദായത്ത് കാലോചിതമായി വിതരണം ചെയ്യാൻ അല്ലാഹു തആല വ്യത്യസ്തങ്ങളായ വേദഗ്രന്ഥങ്ങളും ഏടുകളും നൽകുകയാണ്. എന്നാൽ ആ ഏടുകളിൽ നിന്ന് ഏറ്റവും വിശുദ്ധമായ ഗ്രന്ഥമേതാണ്?
ഖൈറുൽ കലാമി കലാമുല്ലാഹ്. അല്ലാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ അല്ലാഹു തആല മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിച്ചത് അവരെ ഹിദായത്തിലാക്കുന്നതിന് വേണ്ടിയാണ്. അവരുടെ ഇരുലോക വിജയത്തിന്റെ നിദാനമായിട്ട് അല്ലാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബുൽ ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അല്ലാഹു പറയുകയാണ്, ഈ ഗ്രന്ഥം മനുഷ്യർക്കുള്ള ഹിദായത്തിന്റെ മാർഗമാണ്. ഈ ഗ്രന്ഥം മനുഷ്യർക്കുള്ള ഹിദായത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. ഈ ഗ്രന്ഥം സന്മാർഗത്തിന്റെ ട്രാൻസ്ഫോമറാണ്. ആ ഗ്രന്ഥം അല്ലാഹു ഹിദായത്തിന് വേണ്ടി തന്ന ഗ്രന്ഥമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ആ ഹിദായത്തിന് വേണ്ടി തന്ന ഖുർആൻ, ആ ഖുർആൻ മാനവ ജനതയ്ക്ക് ഹിദായത്തിന്റെ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. സന്മാർഗത്തിന്റെ ദിശ നിർണയിച്ചു കൊടുക്കുകയാണ്. ഹിദായത്തിന്റെ ട്രാൻസ്ഫോമറായി ലോകത്തിന്റെ മുന്നിൽ ആ വിശുദ്ധ ഗ്രന്ഥം വെളിച്ചം പകരുകയാണ്. എന്നാൽ ആ ഗ്രന്ഥത്തെ കുറിച്ചു തന്നെ അല്ലാഹു തആല പറയുന്ന മറ്റൊരു പരാമർശമുണ്ട്. യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ. ആ സന്മാർഗത്തിന്റെ സ്രോതസ്സും കേന്ദ്രബിന്ദുവും ട്രാൻസ്ഫോമറുമാകുന്ന വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ജനങ്ങൾക്ക് ഹുദ നൽകുന്ന ഗ്രന്ഥമാണ്. എന്നാൽ ആ ഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ടു തന്നെ ഒരുപാട് ആളുകൾ വഴികേടിലേക്ക് പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. എങ്ങനെയാണ് അതുകൊണ്ട് വഴികേടിലേക്ക് പോകുന്നത്? നമ്മുടെ ഈ ഗ്രാമത്തിലേക്ക് എല്ലാ വീടുകളിലേക്കും വെളിച്ചം നൽകുന്ന, വൈദ്യുതി നൽകുന്ന നമ്മുടെ ട്രാൻസ്ഫോമർ, ആ ട്രാൻസ്ഫോമറിൽ നിന്ന് ഉത്തരവാദപ്പെട്ട വൈദ്യുതി വകുപ്പ് നമ്മുടെ വീടുകളിലേക്ക് വൈദ്യുതി പ്രവഹിപ്പിച്ച കമ്പികളുണ്ട്, അതിനാവശ്യമായ ചാനലുകളുണ്ട്. അത് ഉപയോഗപ്പെടുത്തി ഒരാൾ വെളിച്ചം സ്വീകരിക്കുന്നതിനു പകരം നല്ല ഒരു ബൾബും ഒരു പ്ലഗും എടുത്തിട്ട് നേരെ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് എന്ന് ഒരാള് ബൾബ് കുത്തിയിട്ട് വെളിച്ചം സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ പ്ലഗ് കുത്താൻ പോയോനും ഉപയോഗിച്ച ബൾബും രണ്ടും പീസായി പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതുപോലെ തന്നെയാണ് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനാകുന്ന ഹിദായത്തിന്റെ ട്രാൻസ്ഫോമറിൽ നിന്ന് അല്ലാഹു ഹിദായത്ത് പ്രസരണം ചെയ്യുന്ന പാതയുണ്ട്, അല്ലാഹു ഹിദായത്ത് പ്രജ്വലിപ്പിക്കുന്ന പാതയുണ്ട്. ആ വഴി ഏതാണ്? അസ്ഹാബി കന്നജൂമി ഫബിഅയ്യി മുഖ്തദൈതും യുഹ്തദൈതും ഖാല റസൂലുള്ളാഹി. ആ ഹിദായത്തിന്റെ ട്രാൻസ്ഫോമർ ആകുന്ന ഖുർആനിൽ നിന്ന് ലോകത്തിന്റെ പതലങ്ങളിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം പകരേണ്ടത് എങ്ങനെയാണ്? അതവിടത്തെ പാഠശാലയിൽ നിന്ന് പകർത്തിയെടുത്ത സ്വഹാബത്തിലൂടെയാണ്. ആ സ്വഹാബത്തിലൂടെ ഹിദായത്ത് പകർന്നു കിട്ടിയ രാജ്യമാണ് കേരളം. ആ റൂട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇസ്ലാമിന് വളർച്ചയുണ്ടാവുകയാണ്, ഇസ്ലാമിന് വികാസമുണ്ടാവുകയാണ്. കാരണം ഇസ്ലാം കലഹിക്കുന്ന മനസ്സുകൾക്ക് ഒരുമയുടെ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഭിന്നിക്കുന്ന പതലങ്ങളിൽ ഇസ്ലാം ഐക്യത്തിന്റെ വഴി പറയുകയാണ്. ഈ ഒരു അർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ സഞ്ചരിക്കുകയും മുസ്ലിമീങ്ങൾ ആ വഴിയിലൂടെ അതിനെ സ്വീകരിക്കുകയും ചെയ്ത ഒരു കാലത്ത് കേരളത്തിൽ ഇസ്ലാം നന്നായി വളർന്നിട്ടുണ്ട്. അന്നിവിടെ സംഘടനകളില്ല, സമ്മേളനങ്ങളില്ല, സ്ഥാപനങ്ങളില്ല, ക്യാമ്പയിനുകളില്ല. ഇതൊന്നുമില്ലാത്ത കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുടെ എണ്ണം പരിശോധിച്ചാൽ അതെല്ലാം കൂടുതലായ ഇന്നത്തെ കാലത്ത് ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നതിനേക്കാൾ കുറവാണ് ഇന്ന് വരുന്ന ആളുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ്? ഇസ്ലാം വിഭാവനം ചെയ്യുന്ന വിശുദ്ധമായ ഹിദായത്തിന്റെ വഴിയെ അത് സ്വീകരിക്കേണ്ട റൂട്ടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഡയറക്റ്റായി ഖുർആൻ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു വിശുദ്ധ ഇസ്ലാമിന്റെ ഹിദായത്തിന്റെ പാതോയങ്ങളെ തള്ളിക്കളഞ്ഞ് കടന്നു വന്ന കക്ഷികൾ കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിൽ 1920കളിൽ ഭിന്നത കൊണ്ടുവരികയാണ്.
ആ ഭിന്നത കൊണ്ടുവരുമ്പോൾ അത് ഈ സമുദായത്തിന് വലിയ നാശമാണ്. കാരണം ഇസ്ലാമിന്റെ പുറത്തുള്ളവർക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള ഗുണകാംക്ഷയും ഇസ്ലാമിനെ കുറിച്ചുള്ള നല്ല ചിന്തയും നഷ്ടപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ പുറത്തുള്ള ആളുകൾക്കുള്ളതിനേക്കാളേറെ കൺഫ്യൂഷൻ സാധാരണക്കാരായ മുസ്ലിമീങ്ങളുടെ മനസ്സുകളിൽ അതുമൂലം വന്നു ചേരുന്നതാണ്. ആ ഒരു പ്രതിസന്ധി 20കളിൽ ഈ സമുദായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ ആശങ്ക അങ്ങേയറ്റം മുൻകൂട്ടി കണ്ട മഹാന്മാരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ജന്മം നൽകിയത്. ആ ആശങ്ക അസ്ഥാനത്തായില്ല എന്ന് 20കളിൽ കടന്നു വന്ന ബിദഈ പ്രസ്ഥാനങ്ങളുടെ ഇന്നത്തെ ചലനങ്ങൾ നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. സുന്നി മുജാഹിദുകൾക്കിടയിലുള്ള കൺഫ്യൂഷൻ മാത്രമല്ല, മുജാഹിദുകൾക്കിടയിൽ തന്നെ, അതും സംഘടനാപരമായ ഭിന്നതകൾക്കപ്പുറം ആശയപരമായ തൗഹീദീപരമായ ഭിന്നതകളിൽ, കക്ഷിത്വങ്ങളിൽ ആ പ്രസ്ഥാനങ്ങളൊക്കെയും വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. എം അക്ബർ മൗലവി അമുസ്ലിമീങ്ങളോട് ദഅവത്ത് നടത്താൻ പോയ ഒരു മൗലവിയാണ്. നടത്താൻ പോയപ്പോ അതിനേക്കാളും ഉപകാരത്തെക്കാളും വലിയ ഉപദ്രവം ഈ മതത്തിന് വരുത്തി വെച്ച മൗലവിയുമാണ് അദ്ദേഹം. ആ മനുഷ്യൻ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് സഹോദരന്മാരെ അയാളോട് ഒരാൾ ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? എം അക്ബർ മൗലവി സ്വർഗം നരകൊക്കെ ഇങ്ങനെ വിശാലമായി സംസാരിച്ചു കൊടുത്തപ്പം ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്ന ഒരു മുസ്ലിം എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുകയാണ്, മൗലവി പറഞ്ഞ സ്വർഗമൊക്കെ ഓക്കെ, നരകം ഓക്കെ, അതിലല്ല മൂപ്പര പ്രശ്നമുള്ളത്. പക്ഷേ ആ സ്വർഗത്തിലേക്ക് പോകാൻ എന്തു ചെയ്യും? ഒരു വീട്ടിൽ നിന്ന് 8 അംഗങ്ങൾ ഒരു വെള്ളിയാഴ്ച 1 കിലോമീറ്റർ ഉള്ളിൽ ജുമാ ജമാഅത്ത് തേടി പോയാൽ 1 കിലോമീറ്റർ കഴിയുന്നതിന്റെ മുമ്പ് തന്നെ ഒരു വീട്ടിൽ നിന്നിറങ്ങിയ 8 മെമ്പർമാർ 8 പള്ളിയിലാണ് ജുമാക്ക് എത്തിച്ചേരുന്നത്. ഈ അക്ബർ മൗലവി പറയുന്ന സ്വർഗത്തിലേക്ക് പോകാൻ ഈ 8 പള്ളിയിൽ ഏത് പള്ളി പോയാലാ സാധിക്കുക എന്ന വഹാബികളാൽ ഈ സമുദായത്തിലുണ്ടായ കൺഫ്യൂഷന്റെ ആയം ഒന്നുകൂടി വ്യക്തമാക്കുന്ന തരത്തിൽ ഇബ്രാഹിക്ക ചോദിക്കുമ്പോൾ പ്രതികരിക്കാൻ കഴിയാതെ മൗലവി അമ്പരന്ന് ഉരുണ്ട് കളിക്കുന്നത് നിങ്ങൾ കാണുകയാണ്. എന്റെ പേര് ഇബ്രാഹിം. അക്ബർ സാഹിബോട് പറയുകയുണ്ടായി, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റുന്നവരാണ് സ്വർഗത്തിൽ പോണവരുന്നത്. ഇവിടെ വീട്ടിൽ നിന്ന് കൂട്ടുകൂടി 1 കിലോമീറ്റർ ദൂരത്തിലുള്ള പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു 5-8 പേര് പോകുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ 2 പേര് പിരിഞ്ഞ് ഞങ്ങളുടെ പള്ളി അതാന്നും പറഞ്ഞ് 2 പേര് അങ്ങോട്ട് പോകും. കുറച്ച് ഇങ്ങോട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ പള്ളി ഇതാന്നും പറഞ്ഞുകൊണ്ട് 2 പേര് ഇങ്ങോട്ട് പോകും. കുറച്ച് പേര് ഞങ്ങളുടെ പള്ളി ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പോകും. സത്യത്തിൽ എന്നെ പോലെയുള്ള പാവപ്പെട്ട് നട്ടുതിരിയ ഇതിലേത് പള്ളി പോലെ സ്വർഗത്തിൽ പോകണം എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അക്ബർ സാഹിബ് ഏത് പള്ളിയിൽ പോയാലാണ് സ്വർഗത്തിൽ പോകുന്നത് കറക്റ്റായിട്ടത് പറഞ്ഞു തരണം. ഇനി ഞാൻ വേറെ ഏതെങ്കിലും പള്ളിയിൽ പോയി സ്വർഗത്തിൽ പോയില്ല, അക്ബർ സാഹിബ് പറയുന്ന സ്ഥലത്ത് പോകാം, നരകത്തിൽ പണിയാ കുറ്റമെന്ന് ഏറ്റെടുക്കാവോ? സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന പള്ളി ഏത് എന്നാണ് എന്റെ സുഹൃത്തിന്റെ ചോദ്യം. വളരെ തമാശയിലാണ് എന്റെ സുഹൃത്ത് ചോദിക്കുന്നത്. ഇബ്രാഹിം സാഹിബ് അല്ല, ചോദ്യം മൗലവിക്ക് മനസ്സിലാക്കുന്നത്. ചോദ്യം വളരെ ഗൗരവവുമാണ്. കാരണം മൗലവി സ്വർഗത്തെക്കുറിച്ച് വഴന്നു പറഞ്ഞാൽ പോരല്ലോ. ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി ഏതാണ്? ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള പള്ളി ഏതാണ്? ന്യായമായും അക്ബർ മൗലവിയോട് ആ മനുഷ്യൻ ചോദിച്ചത് ചോദ്യം സ്പഷ്ടമാണ്. പക്ഷെ അതിനയാൾ മറുപടി പറയുന്നത് നരകം ഭയങ്കര വേദനയാണ്, സ്വർഗം ഭയങ്കര ഉഷാറാണ് എന്നാണ്. പക്ഷേ തമാശ കളിക്കേണ്ട വിഷയമല്ല ഇത് എന്ന് ഇബ്രാഹിം സാഹിബും നമ്മളും മനസ്സിലാക്കുന്നത്. സ്വർഗനരകങ്ങൾ നമ്മുടെ തമാശക്ക് വിഷയീഭവിക്കേണ്ട വിഷയങ്ങളല്ല. സ്വർഗനരകങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സമയത്ത് പ്രവാചകന്റെ മുഖം തുടുത്തിരുന്നു, പ്രവാചകന്റെ മുഖം ചുവന്നിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വളരെ കൃത്യമായി
സദസ്സിന് നരകത്തിൽ പോയ അനുഭവം. സുഹൃത്തുക്കളെ, ഇതല്ല ആ മനുഷ്യൻ ചോദിച്ച ചോദ്യം. അയാൾ ചോദിച്ച ചോദ്യം സ്വർഗം വലിയ സന്തോഷമുള്ള ഇടമാണ്, നരകം വലിയ ഭയാനകമാണ്. എങ്കിൽ ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള പള്ളി 8 പള്ളികളിലേതാണ്? സുഹൃത്തുക്കളെ, ഇതിന് മറുപടി പറയാൻ, ഈ മറുപടി പറയാൻ ആ വഴിയുണ്ടാക്കിയ കക്ഷികൾക്ക് കഴിയൂല. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല. 8 പള്ളിയല്ല, ഒരുപക്ഷെ 73 പള്ളി തന്നെ ഒരു നാട്ടിലോ പ്രദേശത്തോ കണ്ടേക്കാം. 73 രൂപത്തിൽ ഇസ്ലാം ആചരിക്കപ്പെടുന്ന സാഹചര്യം വന്നേക്കാം. എന്നാൽ അതിൽ സ്വർഗത്തിലേക്ക് പോകുന്ന ഇബാദത്ത് നടക്കുന്ന പള്ളി ഏതാണ്? മാ അന അലൈഹിൽ യൗമ വ സ്വഹാബി. സ്വഹാബത്ത് നിർമ്മിച്ച പള്ളിയിലെ ഭാഷ ഏതാണ്? സ്വഹാബത്ത് നിർമ്മിച്ച പള്ളിയിലെ ആരാധനയുടെ മെമ്പർമാരാരാണ്? ഈ അർത്ഥത്തിലുള്ള മാനദണ്ഡങ്ങളാണ് അതിന്റെ അടിത്തറയെന്ന് അള്ളാന്റെ ഹബീബ് 14 നൂറ്റാണ്ട് മുമ്പ് വിശദീകരിക്കുമ്പോ ആ വിശദീകരണം സ്വീകരിച്ചതുകൊണ്ട് തന്നെയാണ് കേരളീയ മുസ്ലിമീങ്ങൾ 1920-കൾ വരെ അവർക്കിടയിൽ കലഹങ്ങളില്ല, അവർക്കിടയിൽ കലാപങ്ങളില്ല. കാരണം അവർ വിശുദ്ധമായ ഖുർആനിലെ ഹിദായത്തിന്റെ ട്രാൻസ്ഫോമറിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ചത് മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ആകുന്ന 12ഓളം വരുന്ന അനുചരരിലൂടെയാണ്. ആ വഴിയിലൂടെ അവർ ജീവിച്ചു പോകുമ്പോഴാണ് ആ വഴി മുഴുവനും കുഫ്രിയത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ആ വഴികൾ മുഴുവനും പിഴച്ചതാണെന്ന് വിളിച്ചു പറഞ്ഞു. ഹിജ്റ 5 മുതൽ 920-കൾ വരെ ഇവിടെ നിന്നെന്ന ഇസ്ലാമിന്റെ സച്ചരിതമായ പാതയെ ശിർക്കും ബിദ്അത്തും ആരോപിച്ച് തള്ളിക്കളഞ്ഞ് ഡയറക്റ്റായി ഖുർആനിലേക്ക് പോകാമെന്ന വ്യാജേന ഇസ്ലാമിന് സമാന്തരമായൊരു പുതിയ മതം പടച്ചു ഇസ്ലാമിൽ ചിത്രതകളും ചീത്തപ്പേരും ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ അതൊരു വലിയ ഗൗരവമാണ്. കാരണം അത് ബിദ്അത്താണ്. ബിദ്അത്തിനെ പടിക്ക് പുറത്തു നിർത്തി അതിനെ തകർത്തെറിയണം എന്നത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽക്കുള്ള മുഴുവൻ മഹത്തുക്കളും നമ്മ കർശനമായി ബോധ്യപ്പെടുത്തിയതാണ്. അതേ, ഇദാ ലഹറൽ ബിദ്അത്ത് വെളിവായി കഴിഞ്ഞാൽ, പണ്ഡിതന്മാര് നിശബ്ദരുമായാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഗൗരവം മനസ്സിലാക്കി മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപം കൊള്ളുകയാണ്. സമസ്ത എന്തിനാണ് രൂപം കൊണ്ടത്? അത് പറയാനും തിരിയാനും സാധിക്കണമെങ്കിൽ കുട്ടില്ലാതെ 90 ഉൾച്ചാ നടക്കൂല. പ്രസവിച്ച് കിടക്കുമ്പോ കുട്ടി വേണം അരിയത്തിട്ട്. കുട്ടിണ്ടായാ പോരാ, കുട്ടിക്കൊരു ബാപ്പിയും വേണം, എന്നാലേ ആ 90 ഉള്ളി മട്ടാവുള്ളൂ. അതാണ് സഹോദരന്മാരെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. സുഹൃത്തുക്കളെ, വരക്കൽ തങ്ങൾ സുന്നത്തി ജമാഅത്ത് സ്ഥാപിക്കാനും അതിനെതിരെ വരുന്ന ബിദഈകളെ പ്രതിരോധിക്കാനും ഉണ്ടാക്കിയ സംഘടനയാണ്. ആ സംഘടനയ്ക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ സംഘടനയ്ക്ക് ലക്ഷ്യം സാക്ഷീകരിക്കാൻ ആവശ്യമായ ചില മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിൽ ചേർത്തിവെക്കുന്ന ചില നയങ്ങളുണ്ട്. ആ നയങ്ങളും നിലപാടുകളും വിലയിരുത്തിയിട്ട് വേണം 90 കുളിയുടെ സനത് പരിശോധിക്കാൻ. എന്താണ് അതിനുവേണ്ടി സമസ്ത ചെയ്തത്? ബിദഈകൾ ഈ ഉമ്മത്തിലേക്ക് വരുമ്പോ ഇസ്ലാമിന്റെ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയ മതപരമായ ബഹിഷ്കരണം, ആ ബഹിഷ്കരണം എന്ന തീരുമാനം ഉലമാക്കൾ പ്രഖ്യാപിക്കുകയാണ്. തുടക്കം മുതൽ 1953-ൽ പെരിന്തൽമണ്ണയിൽ വെച്ച് 8ഓളം വരുന്ന ജഗജില്ലികളായ ഉലമാക്കൾ എടുത്ത തീരുമാനത്തിന്റെ കോപ്പി സുഹൃത്തുക്കളെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കാമോ കൂട്ടുകാരെ? അൽഹംദുലില്ലാഹ്, വളരെ നല്ല ഒരു പ്രഭാഷണമാണ് നമ്മിലേക്ക് എത്തിയിട്ടുള്ളത്. പല ആളുകൾക്കും ഇനി അങ്ങോട്ട് വലിയ സുഖമുണ്ടാവില്ല റൂമിലിരിക്കാൻ. ഇപ്പോൾ തന്നെ അതിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയില്ലേ? അവിടെ ഇശാബാങ്കിന് വേണ്ടിയുള്ള ചെറിയൊരു ഇടവേളയാണ്. ലൈവ് നമ്മിലേക്ക് തിരിച്ചെത്തും. എല്ലാ കൂട്ടുകാരെയും ഒന്ന് ഇൻവൈറ്റ് ചെയ്തോളൂ. വഹാബ് സഖാഫി ഉസ്താദ് ഇന്ന് എല്ലാ അലവലാദികൾക്കുമുള്ള നല്ല മരുന്നുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഓരോ ഡോസ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്ത് ക്ലാസ് റൂമിലേക്ക് എത്തിക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ പേരോട് ഉസ്താദിന്റെ സ്പീച്ച് കുറ്റ്യാടിയിൽ നിന്ന് നമുക്ക് വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സൗകര്യപ്രദമായിട്ട് ഒന്നിനു പിറകെ മറ്റൊന്നായി എല്ലാം കേൾക്കണം. പരമാവധി ടെക്സ്റ്റുകളൊക്കെ ഒന്ന് കുറച്ച് ഫ്രൈസുകളൊക്കെ ഒഴിവാക്കി ഗ്രേറ്ററൊക്കെ ഓഫാക്കിയിട്ട് എല്ലാവരും സഹകരിക്കുക. ഐഡികൾ കൂടുതൽ വരുന്ന സമയത്ത് അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് കൺട്രോള് പാലിക്കണം. അൽഹംദുലില്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം എവിടെയും തുറന്നു പറയാൻ. ഓക്കെ, മുജീബ് എത്തിയിട്ടുണ്ട്. മൈക്ക് ഫ്രീ. ങ്ങളുമായി ഉലമാക്കൾ സംഘടിക്കുമ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടി സമസ്ത സ്വീകരിച്ച ഒന്നാമത്തെ മാർഗം ഇസ്ലാം കൽപ്പിച്ച വിദഈകളെ മതപരമായി ബഹിഷ്കരിക്കുക എന്ന തീരുമാനമാണ്. ആ തീരുമാനമാണ് സമസ്ത ആവർത്തിച്ചടിക്കടി അതിന്റെ സ്ഥാപിത കാലം തൊട്ടു തന്നെ ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയത്. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് 50കളിൽ പെരിന്തൽമണ്ണയിൽ വെച്ച് ആലിമീങ്ങൾ എടുത്ത തീരുമാനമാണ്. അതിലുള്ള പണ്ഡിതന്മാർ സഹോദരന്മാരെ പാലായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരാണ്, സദഖത്തുള്ള മുസ്ലിയാരാണ്, EK അബൂബക്കർ മുസ്ലിയാരാണ്. അങ്ങനെയുള്ള 8ഓളം വരുന്ന ഉലമാക്കൾ എടുത്ത തീരുമാനം, അവരുമായി വിവാഹബന്ധം പാടില്ല, അവരോട് സലാം പറയാൻ പാടില്ല, പറഞ്ഞാൽ മടക്കാനും പാടില്ല. ഈ നിലക്ക് സുഹൃത്തുക്കളെ മതപരമായി അവരെ ബഹിഷ്കരിക്കുക എന്ന തീരുമാനം പറഞ്ഞു. ആ തീരുമാനം സമസ്തയുടെ ഉലമാക്കൾ അതതു കാലഘട്ടങ്ങളിൽ എടുത്തു എന്ന് മാത്രമല്ല, മഹാനായ ശംസുൽ ഉലമാ EK അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു അവിടത്തേക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. നമ്മളെ സഹോദര സംഘടനക്കാരായ എസ്കക്കാർക്ക് നമ്മളോട് ഏറ്റവും വലിയ ദേഷ്യം ശംസുൽ ഉലമക്ക് ദ്വാരക്കണുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ശംസുൽ ഉലമക്ക് ദ്വാരക്കണെന്ന് ചോദിച്ചാൽ, ശംസുൽ ഉലമക്ക് ദ്വാരന്നാൽ തന്നെ ഈക്കക്കാർ AP സുന്നിയാകാണ്. എന്താപ്പ കാട്ടണേ? പിന്നെ എന്താപ്പ നാട്ടുകാർ അറിയാത്തതെന്നാ? ഞങ്ങൾ ചെണ്ട കൊട്ടി സ്വീകരണം കൊടുക്കലില്ല, കാരണം ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലാത്തത് കൊണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ വഹാബികൾ കുറെയൊക്കെ വളരാനുള്ള അതിജീവനത്തിന്റെ എല്ലാ പഴുതുകളും ദുരുപയോഗപ്പെടുത്തിയ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം സമസ്തയുടെ സെക്രട്ടറി ആയത് എന്നതുകൊണ്ട് ബിദഈ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ കർക്കശമായി ഇടപെടേണ്ടി വന്ന പണ്ഡിതനാണ് ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ധാരാളം ഫത്വകളുണ്ട്. വഹാബികളുമായി മയ്യത്ത് നിസ്കരിക്കാനും തുടരാനും സലാം പറയാനും പാടില്ല എന്നതടക്കം, തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെടാൻ പാടില്ല എന്നതടക്കമുള്ള ധാരാളം ഫത്വകളുണ്ട്. ആ ഫത്വകളുണ്ടെന്ന് മാത്രമല്ല, ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ സമസ്തയുടെ സെക്രട്ടറി ആയ കാലത്ത് കുറച്ച് കസാല നീക്കിയിരുന്നാലേ അവിടെ നിൽക്കുന്നവർക്കും ഇരിക്കുന്നവർക്കും ഒക്കെ സൗകര്യപ്പെടും. നിങ്ങളൊന്നും കയറിയല്ലോ, നമുക്കൊരു 90 സമ്മേളനം ഇവിടെ തന്നെ കഴിച്ചാണ് പിരിയ. അടുത്ത പേറുളിക്കോല് വന്നോളൂ, 90 കുളിച്ചാൽ മതി. അതിനുള്ള തെളിവെന്താ? പായും തലക്കണി ഞങ്ങളെടുത്താം, മിനിറ്റ്സ് ബുക്ക് ഞങ്ങളെടുത്തുണ്ട്, ചട്ടിയും കുടുക്കി ഓഫീസും ഞങ്ങളെടുത്തുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 90 വിളിച്ചാണ് എന്നാ മറുപടി. കുട്ടി എവിടെയെന്ന് ചോദിച്ചിട്ട് കാണാല്ല, കുട്ടിന്റെ ബാപ്പാരാന്ന് ചോദിച്ചിട്ടും കൊടുത്തല്ല. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. അതാ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ അതിനുവേണ്ടി ഒരു പടി കൂടി മുന്നോട്ട് വന്നു. നമ്മുടെയൊക്കെ എന്റെയൊക്കെ സമപ്രായക്കാർ മദ്രസയിൽ പഠിച്ച കാലത്ത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കരിക്കുലമായി സ്വീകരിച്ച 4ാം ക്ലാസ്സിലെ അഖ്ലാഖ് എന്ന് പറയുന്ന പാഠപുസ്തകത്തിൽ മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ
പിതവിരു പോരാട്ടം വളർന്നു വരുന്ന കുട്ടികളിൽ തന്നെ കുത്തിവെക്കണമെന്ന നിലക്ക് എന്താണ് വഹാബീസം മൗദൂദീസം എന്ന് കൃത്യമായൊന്നും വിശദമായി പഠിച്ചിട്ടില്ലാത്ത 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ മനസ്സിലേക്കടക്കം അത് കുത്തിവെച്ച് അവരുമായി സലാം പറയാനും ബന്ധപ്പെടാനും ഇടപെടാനും പാടില്ല എന്ന മതപരവും അതുപോലെ അവരെ ബഹിഷ്കരിക്കുന്നതുമായ നിലപാട് പഠിപ്പിക്കുകയാണ്. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ തുടക്കകാലത്തു തന്നെ ഈ ഒരു നിലപാടെടുത്തതോടുകൂടെ വഹാബീസം മുസ്ലിം സമുദായത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. വഹാബീസത്തിന് പിന്നെ വളരാൻ കഴിഞ്ഞില്ല, വഹാബീസത്തിന് പിന്നെ ഉയരാൻ കഴിഞ്ഞില്ല. അതിന് കണ്ട ഒരു മാർഗമാണ് പിന്നീട് വഹാബീസം സമുദായത്തിന്റെ മതപരമായ ബഹിഷ്കരണത്തിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോയപ്പോൾ പിന്നീട് വഹാബികൾ വളരാൻ ഉപയോഗിച്ച രണ്ടാമത്തെ തന്ത്രം ആഗോളതലത്തിൽ തന്നെ വഹാബികൾ വളരാൻ ഉപയോഗിച്ച തന്ത്രമാണ്. അതെന്താണ്? അധികാരത്തെയും രാഷ്ട്രീയത്തെയും ഉപയോഗപ്പെടുത്തുക എന്നത്. അതിനുവേണ്ടി സമുദായത്തിൽ നിന്ന് ഒറ്റപ്പെട്ടുപോയ വക്കം മൗലവി അടക്കമുള്ള സീതി വക്കീൽ അടക്കമുള്ള വഹാബികൾ, സീതി വക്കീൽ എന്നൊക്കെ പറഞ്ഞ ഇന്നത്തെ മനാഫിന്റെയും PB മുഹമ്മദ് അരീക്കോടിന്റെ ഒക്കെ മുൻഗാമികളാണ്. വഹാബിക്കുപ്പായിട്ട് ലീഗിന്റെ കേക്ക് സ്റ്റേജിൽ വലസിയ കക്ഷികൾ. അങ്ങനെയുള്ള സീതി വക്കീലും വക്കം മൗലവിയൊക്കെ സമുദായത്തെ മതം പറയാൻ വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന് കാണുമ്പോ സമുദായത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർ കണ്ട രണ്ടാമത്തെ മാർഗം ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തണമെന്നാണ്. ആ സമയത്താണ് ബഹുവന്യരായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അല്ലാഹു മഗ്ഫിറത്തു നൽകട്ടെ, ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സമുദ്ധരിക്കാനും അവരെ ശാക്തീകരിക്കാനും വേണ്ടി നല്ല നെയ്യത്തോടെ നല്ല ലക്ഷ്യത്തോടെ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗിന് പുനഃസൃഷ്ടി നടത്തുന്നത്. അങ്ങനെ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് ലീഗിനെ വളർത്താനും അതിനെ വ്യാപിപ്പിക്കുവാനുമുള്ള ശ്രമം നടത്തുമ്പോ മലബാറിലിരുന്ന് വക്കം മൗലവിയും സീതി വക്കീലും ഒക്കെ കണ്ടെത്തിയ മാർഗം ആ ലീഗിന്റെ കുപ്പായം വാങ്ങി ലീഗിന്റെ യൂണിറ്റ് കമ്മിറ്റി മലബാറിൽ ഉണ്ടാക്കി രാഷ്ട്രീയ വേദിയുടെ പേരിൽ മുസ്ലിങ്ങളെ വിളിച്ചുകൂട്ടി രാഷ്ട്രീയത്തിന്റെ മറവിൽ വഹാബിസം വിളമ്പുക എന്നതാണ്. ആ ഒരു അജണ്ടയുടെ ഭാഗമായി മലബാറിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് സീതി വക്കീലും വക്കം മൗലവിയും ആദ്യമായി രൂപം നൽകുകയാണ്. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ലീഗ് ഉണ്ടാക്കിയത് ഇസ്ലാമിനെ ശക്തിപ്പെടുത്താൻ, അതിന്റെ യൂണിറ്റ് കമ്മിറ്റി വക്കം മൗലവിയും സീതി വക്കീലും മലബാറിൽ ഉണ്ടാക്കിയത് വഹാബീസത്തെ ശക്തിപ്പെടുത്താൻ. പക്ഷേ സഹോദരന്മാരെ, അതിനെക്കുറിച്ച് വഹാബികൾ കേരളത്തിൽ വിശദീകരിക്കുന്നത് മറ്റൊരു മലയാളത്തിലാണ്. എന്താണ് അവർ പറയുന്നത്? കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് രാഷ്ട്രീയ നവോത്ഥാനം ഉണ്ടാക്കി കൊടുത്തത് ഞങ്ങളാണ്. അടിപ്പാവാട വരെ ഓലാന്ന് പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ അവർ പറയുന്ന ഒരു നവോത്ഥാനമാണ് കേരളീയ മുസ്ലിമീങ്ങൾക്ക് രാഷ്ട്രീയ നവോത്ഥാനം ഉണ്ടാക്കി കൊടുത്തത് ഞങ്ങളാണ്. എന്താണ് അതിന് തെളിവ് പറയുന്നത്? മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ മലബാറിലെ കമ്മിറ്റി ഉണ്ടാക്കിയത് വക്കം മൗലവിയും സീതി വക്കീലുമാണ് എന്നതാണ്. കേരളത്തിലെ ആദ്യത്തെ ലീഗിന്റെ യൂണിറ്റ് തലശ്ശേരിയിൽ ഉണ്ടാക്കിയപ്പോ അതിന്റെ പ്രസിഡന്റ് KM സീതി സാഹിബ്, രണ്ടാമത്തെ യൂണിറ്റ് തിരൂരങ്ങാടിയിൽ ഉണ്ടാക്കിയപ്പോ അതിന്റെ പ്രസിഡന്റ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായ KM മൗലവി സാഹിബ്, മലബാർ ഡിസ്ട്രിക്ട് സെക്രട്ടറി KM സീതി സാഹിബ്. ഇതാ മുസ്ലിം ലീഗിന്റെ ചരിത്രം. അതെ, ഈ അവിടെ മാത്രം മുസ്ലിം ലീഗിന്റെ ചരിത്രം അവസാനിക്കൂല. വക്കം മൗലവിയും സീതി വക്കീലും മലബാറിൽ ഉണ്ടാക്കിയ ലീഗ് കമ്മിറ്റിയുടെ ബാക്കി ചരിത്രം പറയാൻ വഹാബികൾ തയ്യാറാകണം. എന്ത് സംഭവിച്ചു? ആ ലീഗ് കമ്മിറ്റി വക്കം മൗലവിയുടെ അടുക്കളയിൽ തന്നെ അന്ത്യശ്വാസം വലിച്ചു. എന്തേ കാരണം? മുസ്ലിം സമുദായത്തിന് വിശ്വാസം നഷ്ടപ്പെട്ട വക്കം മൗലവിയെയും സീതി വക്കീലിനെയും മതത്തിന്റെ പേരിൽ എന്നല്ല രാഷ്ട്രീയത്തിന്റെ പേരിൽ പേറാനും മലബാറിലെ വിശ്വാസികൾ തയ്യാറായിരുന്നില്ല. ഇടക്കാലത്ത് അതിന് മാറ്റം വന്നു. ഇപ്പൊ അതിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. അതല്ലേ KP മജീദ് ഇപ്പോഴും കുപ്പായം തുന്നിച്ചിട്ട് കൊടുക്കും കുപ്പായം ആയിട്ടില്ല. ഇവിടെ പ്രസംഗിക്കാമെന്ന PB മനാഫിന് അറിയോന്നറിയില്ല. അരീക്കോട്ടുകാരനൊരു PB മുഹമ്മദ് ഉണ്ട്.
എത്ര കാലം ലീഗിന് വേണ്ടി പ്രസംഗിച്ചു നടന്ന് തൊള്ളിയിലെ കാറ്റുപോയി എന്നല്ലാതെ ഒന്നും ആ ലീഗിലൂടെ നേടാൻ അയാൾക്ക് കഴിഞ്ഞില്ല. കാരണം അത്തരം കക്ഷികളെ തിരിച്ചറിയാനുള്ള അവബോധം രാജ്യത്തെ വിശ്വാസികൾക്കുണ്ടായി. അവിടേക്കാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഇരിക്കട്ടെ, അങ്ങനെ മലബാറിൽ സീതി വക്കീലിന്റെയും വക്കം മൗലവിയുടെയും നേതൃത്വത്തിലുണ്ടായ ലീഗ് കമ്മിറ്റി അവരുടെ തക്കാളിപ്പെട്ടിയിൽ തന്നെ ചക്രശ്വാസം വലിച്ചപ്പോൾ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഉണർന്നു ചിന്തിച്ചു, മലബാറിൽ മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്താനുള്ള വഴി എന്താണ്? മലബാറിൽ ഹരിത പതാകയെ വളർത്താനുള്ള മാർഗമെന്താണ്? ആ ആലോചനയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ തിരിച്ചറിഞ്ഞ വസ്തുതയുണ്ട്. മലബാറിലെ മുസ്ലിമീങ്ങൾ ആലിമീങ്ങളുടെ കൂടെയാണ്. മലബാറിലെ മുസ്ലിമീങ്ങൾ സാദാത്തുക്കളെ ബഹുമാനിക്കുന്നവരാണ്. പാതിരാവുകളിൽ പണ്ഡിതന്മാര് നടത്തുന്ന പ്രഭാഷണങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെയും അഹ്ലുബൈത്തിന്റെയും പോരിശ പറഞ്ഞു മലബാറിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു വന്ന മഹബത്ത്, ആ മഹബത്ത് ഖായിദെ മില്ലത്ത് തിരിച്ചറിയുമ്പോൾ വക്കം മൗലവിയുടെയും സീതി വക്കീലിന്റെയും അടുക്കളയിൽ പൊടിപിടിച്ചു കിടന്ന മുസ്ലിം ലീഗിന്റെ ഹരിത പതാക സഹോദരന്മാരെ, വക്കം മൗലവിയും സീതി വക്കീലും അവരുടെയൊക്കെ അടുക്കളയിൽ പൊടിപിടിച്ചു കിടന്ന മുസ്ലിം ലീഗിന്റെ ഹരിത പതാക, ആ ഹരിത പതാക ഖായിദെ മില്ലത്ത് പിടിച്ചു വാങ്ങി പാണക്കാട് പൂക്കോയ തങ്ങളെ ഏൽപ്പിക്കുകയാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ ഏൽപ്പിക്കുകയാണ്. മലബാറിലെ മുസ്ലിമീങ്ങളുടെ മുന്നിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഹരിത പതാകയും പേറിയിട്ട് പാണക്കാട് സാദാത്തുക്കളും ബാഫക്കി തങ്ങന്മാരും അണിനിരന്നപ്പോൾ മലബാറിലെ മുസ്ലിമീങ്ങൾ ആ ഹരിത പതാക ഏറ്റെടുക്കുകയാണ്. ആ ഹരിത പതാക വാനിലേക്ക് ഉയർത്തുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മലബാറിൽ ശക്തിപ്പെടുകയാണ്. അങ്ങനെ ശക്തിപ്പെട്ടു എന്ന് മാത്രമല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ രാജ്യത്തെ അധികാരത്തിൽ കൈവെക്കുന്ന അവസ്ഥയിലേക്ക് വളരുകയാണ്. രാഷ്ട്രീയ വേദിയിൽ നിന്നും വഹാബി മൗലവിമാർ ബഹിഷ്കരിക്കപ്പെട്ടുപോയി. തെറുക്കുൽ മുവാലാത്തിന്റെ പേരിൽ സാമുദായിക മുഖ്യധാരയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട വഹാബികൾ രാഷ്ട്രീയത്തിന്റെ പാലത്തിലൂടെ സമുദായത്തിലേക്ക് കയറി വരുന്നതിനെയും ഈ ഉമ്മത്ത് പ്രതിരോധിച്ചപ്പോൾ വഹാബികൾ സമുദായത്തിൽ നിന്ന് ഒറ്റപ്പെട്ടുപോയി. മൂന്നാമത് വഹാബികൾ വളരാൻ കണ്ട ഒരു മാർഗമുണ്ട്. ആ മാർഗം എന്താണ്? അധികാരത്തിന്റെ ഇടനാഴികകളിൽ ഓക്കാനിച്ചു നിന്ന് അധികാരത്തിന്റെ അരികുപറ്റി വഹാബിസം വളർത്തുക എന്ന അജണ്ടയാണ്. ആ അജണ്ടയിൽ ഒരു പരിധിവരെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ട്? സാദാത്തുക്കൾ എപ്പോഴും നിഷ്കളങ്കരാണ്. തങ്ങന്മാരെപ്പോഴും അധികാര വിരക്തിയുള്ളവരാണ്. പൂക്കോയ തങ്ങൾക്കും ബാഫക്കി തങ്ങൾക്കുമൊക്കെ ഇന്ത്യയുടെ ഉത്തരവാദപ്പെട്ട ഒരു മന്ത്രിയാകൽ പ്രയാസമുള്ള കാര്യമല്ല. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു MLA യോ MP യോ ആകൽ അത്ര പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ തങ്ങന്മാർ അധികാര വിരക്തിയുള്ളവരും നിഷ്കളങ്കരുമാണ്. ആ ഒരു മനസ്സ് ചൂഷണം ചെയ്തുകൊണ്ട് അധികാരത്തിലേറാൻ വേണ്ടി തങ്ങന്മാർ തയ്യാറാകാതെ നിന്നപ്പോൾ വഹാബികൾ മുസ്ലിം ലീഗിന്റെ അധികാര വഴികളിൽ അള്ളിപ്പിടിച്ചിരുന്നു. അതിന്റെ കാരണം എന്താണ്? പാതിരാവുകളിൽ ഉലമാക്കൾ ഈ ഉമ്മത്തിന് പറഞ്ഞു പാടിക്കൊടുത്ത അഹ്ലുബൈത്തിന്റെ മഹബത്ത് രൂഢമൂലമായപ്പോൾ പാണക്കാട്ടെ തങ്ങന്മാരൊരു സ്ഥാനാർത്ഥിയെ ഒരു മണ്ഡലത്തിലേക്ക് പ്രഖ്യാപിച്ചാൽ അത് ചൂലും കുറ്റിച്ചൂലാണെങ്കിലും പൂളക്കൊമ്പാണെങ്കിലും ആ നിർത്തിയ സ്ഥാനാർത്ഥി ആരെന്ന് നോക്കാതെ നിർത്തിയത് തങ്ങളാണോ കണ്ണു ചിമ്പി വോട്ട് ചെയ്യുക എന്ന അഹ്ലുബൈത്തിന്റെ മഹബത്ത് മുസ്ലിം ലീഗിനെ അധികാരത്തിലേറ്റിയപ്പോൾ അധികാരത്തിൽ വന്നവരിൽ അധികവും വഹാബികളായി മാറുകയാണ്. കാരണം സാദാത്തുക്കളുടെ നിഷ്കളങ്കതയുടെ മുന്നിൽ വഹാബികൾ കപട നാടകം കളിച്ചു. അങ്ങനെ അധികാരത്തിലിരിക്കുന്നവർ വഹാബികളായിപ്പോയി. അങ്ങനെ വഹാബികളായി പോയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ആ അധികാരത്തിന്റെ ഇടനാഴികകളിൽ വെച്ച് സുന്നത്ത് ജമാഅത്തിന് പരിക്കേൽപ്പിക്കാൻ വഹാബികൾക്ക് കഴിയുകയാണ്. അതിന്റെ ഭാഗമാണ് ഇബ്രാഹിം സുലൈമാൻ സേട്ടു കേരളത്തിലെ വഖഫ് ബോർഡ് ചെയർമാൻ ആകുമ്പോൾ കോഴിക്കോട് സിറ്റിയിൽ മാത്രം മുസ്ലിമീങ്ങളുടെ പള്ളികൾ വഹാബികൾ തട്ടിയെടുത്തു. മാത്രമല്ല, ധാരാളം സുന്നത്ത് ജമാഅത്തിന്റെ വഖഫുകൾ വഹാബികൾ കയ്യിലാക്കി എന്ന് മാത്രമല്ല, അധികാരത്തിന്റെ സ്വാധീനത്തിൽ മുസ്ലിം സമുദായത്തിന് വല്ല ആനുകൂല്യങ്ങളും നൽകപ്പെടുമ്പോൾ ഞങ്ങൾക്ക് കേവല വിമർശനം അറിയില്ല,
AP ഉസ്താദിന്റെ കണ്ണും മോറിന്റെയും ചൊറുക്ക് എന്തായാലും മനാഫിനൊരു വട്ടെങ്കിലും ജീവിതത്തിൽ കാണാൻ തോഫീക്കില്ലാത്തതുകൊണ്ടാണ് ബോധ്യപ്പെടാത്തത്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് ഞങ്ങൾ വിനയത്തോടെ പറയട്ടെ, ഈ ചക്കോൾത്തിപ്പോരിൽ ഇടപെടൽ നിങ്ങൾക്ക് ഖൈറല്ല. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇത് നിങ്ങൾ വിചാരിച്ച ചക്കോൾത്തിപ്പോരൊന്നല്ല, ഇത് വേറെ ചില സംഗതിയാണ്. അതിൽ ആവശ്യമില്ലാതെ തലയിട്ട് വല്യടങ്ങേറ് വലിച്ചിടുന്നത് നിങ്ങൾക്ക് ഖൈറല്ല. ഇനി ആവശ്യമുണ്ടെങ്കിൽ അപ്പുറം പുറക്കെ 4 വെച്ചോളി, നിയമസഭ വരെ നമുക്ക് അങ്ങനെ പോകാം. ഇരിക്കട്ടെ, ആ ഒരു സാഹചര്യം നമ്മൾ അറിയണം. അങ്ങനെ മുസ്ലിം ലീഗ് അധികാരത്തിലേറിയപ്പോൾ നൽകപ്പെട്ട ആനുകൂല്യങ്ങളുടെ പങ്കുവെപ്പുകാർ വഹാബികളാവുകയാണ്. ലീഗിനെ അധികാരത്തിലേറ്റാൻ വിയർപ്പൊഴുക്കിയതാര്? പാണക്കാട് സാദാത്തുക്കൾ. മുസ്ലിം ലീഗിനെ അധികാരത്തിലേറ്റാൻ അധ്വാനിച്ചവരാരാണ്? ബാഫക്കി തങ്ങന്മാർ. അവരുടെ മഹബത്തി ഉമ്മത്തിന്റെ മനസ്സിൽ കോരിയിട്ടതാരാണ്? കേരളത്തിലെ സുന്നത്തി ജമാഅത്തിന്റെ ഉലമാക്കൾ. അതിന്റെ ശക്തിയിൽ വളർന്നു വന്ന ലീഗിന് അധികാരം കിട്ടിയപ്പോൾ ആ അധികാരത്തിന്റെ ആനുകൂല്യമായി സമുദായത്തിന് അറബി കോളേജ് നൽകപ്പെടുമ്പോൾ അത് മുഴുവനും വഹാബികൾ ഓരി ചെയ്തു. മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ സ്കൂളുകളിലേക്ക് അറബി പാഠപുസ്തകം കൊണ്ടുവന്നു. അങ്ങനെ അറബി പാഠപുസ്തകം കൊണ്ടുവരുമ്പോൾ ആ അറബി പാഠപുസ്തകം ഉണ്ടാക്കാനും അതിൽ പാഠ്യപദ്ധതി തയ്യാറാക്കാനും ഒക്കെ രംഗത്ത് വന്നത് വഹാബികളാണ്. അറബി പാഠപുസ്തകം ഉണ്ടാക്കാൻ വഹാബികൾ രംഗത്ത് വന്നു എന്നതിലല്ല അത്ഭുതം. ആ അറബി പാഠപുസ്തകം തന്നെ വഹാബികളുടെ സൃഷ്ടിയായിരുന്നു. എന്തേ കാരണം? അന്നത്തെ മുസ്ലിം ലീഗിന്റെ ഭരണാധികാരികൾ വക്കം മൗലവിയോട് ചോദിച്ചു, കേരളത്തിലെ മുസ്ലിം വിദ്യാർത്ഥികളെ കലാലയത്തിൽ എത്തിക്കാൻ എന്തു മാർഗമുണ്ട്? അതിന് വക്കം മൗലവി കൊടുത്ത മറുപടിയാണത്രേ, എന്ത്? നമ്മുടെ സ്കൂളുകളിലൊക്കെ നമുക്ക് അറബി പാഠപുസ്തകം കൊണ്ടുവരാം. യഥാർത്ഥത്തിൽ വക്കം മൗലവി അതുകൊണ്ട് ഉദ്ദേശിച്ചത് മറ്റൊന്നാണ്. കാരണം എന്തുകൊണ്ട്? വഹാബികൾ ഈ രാജ്യത്തൊരു മദ്രസയുണ്ടാക്കിയാൽ അന്ന് ഒരു മുസ്ലിം തറവാട്ടിൽ നിന്നും ഒരു കുട്ടിയെ വഹാബിക്ക് പഠിപ്പിക്കാൻ കിട്ടൂലേ? അത്രയ്ക്ക് വിശ്വാസം നഷ്ടപ്പെട്ട കക്ഷികളാണ്. ആ കക്ഷികൾ എന്തു മനസ്സിലാക്കി? സ്കൂളുകളിലേക്ക് വരുന്ന കുട്ടികളുടെ മുന്നിലേക്ക് വഹാബി മദ്രസയിൽ പഠിപ്പിക്കാൻ പറ്റിയതുപോലെയുള്ള ഒരു അറബി പാഠപുസ്തകം തയ്യാറാക്കി കൊടുത്താൽ ഗവൺമെന്റിന്റെ ചെലവിൽ ഔദ്യോഗികമായി വഹാബി ആശയം വളർന്നു വരുന്ന മുസ്ലിമീങ്ങളിൽ കുത്തിയിറക്കാൻ കഴിയും എന്ന കുതന്ത്രം. അത് ഞങ്ങൾ പറയുന്നത് മാത്രമല്ല, വഹാബികൾ തന്നെ ചരിത്രം പറയുന്നുണ്ട്. അന്ന് ഗവൺമെന്റ് ഭരിക്കുമ്പോ സ്കൂളുകളിൽ കുട്ടികളെ എത്തിക്കാൻ എന്തു മാർഗമെന്ന് വക്കം മൗലവിയോട് ചോദിക്കുമ്പോ വക്കം മൗലവി പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്ന് മൗലവി വിശദീകരിച്ചു തരും. വക്കം അബ്ദുൽ ഖാദർ മൗലവി, അദ്ദേഹമാണ് ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. അതെ, അയാൾ ഒരു ഏർപ്പാടും ഈ സമുദായത്തിൽ ചെയ്യേണ്ട കാര്യം മാപ്പിളാർക്കില്ലായിരുന്നു. എങ്ങനെയാണ് മുസ്ലിങ്ങളെ സ്കൂളിൽ എത്തിക്കുക എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയാണ് ഖുർആനും ഖുർആനിന്റെ ഭാഷയും സ്കൂളിൽ പഠിപ്പിക്കുക. അത് അയാളോട് ചോദിച്ചത് കൊണ്ടാണ്. പൂക്കോയ തങ്ങളോട് എന്താ തങ്ങളെ കുട്ടികൾ സ്കൂൾക്ക് വരാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ പൂക്കോയ തങ്ങൾ പറയും, ഞാൻ 4 വരി പ്രസ്താവന എഴുതി തരാം, അത് ചന്ദ്രികയുടെ ഫസ്റ്റ് പേജിൽ നിങ്ങൾ പ്രസിദ്ധീകരിച്ചോളൂ, കുട്ടികളൊക്കെ സ്കൂളിൽ എത്തിക്കോളും എന്ന് പൂക്കോയ തങ്ങൾ പറയുമായിരുന്നു. അവിടേക്കല്ല, അധികാരം നേടിയപ്പോ ആനുകൂല്യത്തിന്റെ പങ്കുവച്ചലും അവകാശങ്ങളുടെ വിതരണവും നടക്കുന്നത് വഹാബി കേന്ദ്രങ്ങളിലാണ്. ലീഗിനെ അധികാരത്തിലെത്തിച്ച സാദാത്തുക്കൾ വിസ്തൃതിയിലേക്ക് ആക്കപ്പെട്ടുപോയി. ഭരണാധികാരികൾ ചോദിച്ചു, ഇത് ആര് പഠിപ്പിക്കും? ഇതിനാര് പുസ്തകം ഉണ്ടാക്കും? എന്ത് പഠിപ്പിക്കും? മൗലവി പറഞ്ഞു, എല്ലാം ഞാൻ ചെയ്യാം. എരപ്പന്റെ പൊതപ്പോലെ ഉടുക്കാനും പുതുക്കാനും കടക്കാനും ഒക്കെ വക്കം മൗലവി. വേറെ ആരും ഈ സമുദായത്തിലില്ല. ലീഗിന് അധികാരത്തിലേറ്റിയത് പാണക്കാട് പൂക്കോയ തങ്ങൾ, ബാഫക്കി തങ്ങൾ, അതുപോലെയുള്ള സാദാത്തുക്കൾ. അവർക്ക് പിൻബലം നൽകിയത് കേരളത്തിലെ ഉലമാക്കൾ. അവരെ അവഗണിച്ച് അധികാരത്തിന്റെ പങ്കുവെപ്പ് നടക്കുന്നത് വഹാബി കൂടാരങ്ങളിൽ. എല്ലാം ഞാൻ ചെയ്യാം, ഒക്കെ മൂപ്പര്. മൗലവി പുസ്തകം ഉണ്ടാക്കി, മൗലവി സിലബസ് ഉണ്ടാക്കി, മൗലവി പത്രത്തിൽ പരസ്യം കൊടുത്തു. അറബിയും മലയാളവും എഴുതാനും വായിക്കാനും അറിയുന്ന മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടണം. കാരണം അതൊരു പരസ്യം കൊടുക്കേണ്ട സംഗതിയായിരുന്നു അന്ന്. സുബ്ഹാനല്ലാഹ്, മനസ്സിലായില്ല നിങ്ങൾക്ക്? കേരളത്തിൽ അറബി അറിയുന്ന ഒരു പണ്ഡിതൻ വേണ്ടേ? ആരെയാണ് ഈ വിഡ്ഢിയാക്കുന്നത്? മുസ്ലിമീങ്ങളെ ആരോടും കക്ഷിത്വത്തിന് പറയുന്ന വാചകങ്ങളല്ല. കേരളീയ മുസ്ലിമീങ്ങളിൽ കഴിഞ്ഞുപോയ ഒരു ചരിത്രത്തെ അനുസ്മരിക്കുകയാണ്.
അതേ മുസ്ലിം ലീഗ് അധികാരത്തിലേറ്റിയത് തങ്ങന്മാരും അഹ്ലുബൈത്തും അധികാരത്തിന്റെ ഇടനാഴികകളിൽ അടയിരുന്നു കൊണ്ട് ആനുകൂല്യങ്ങളുടെ വീതം വെപ്പുകാരായി വഹാബീസം വളർത്താനുള്ള ശ്രമങ്ങളുമായി മൗലവിമാരരങ്ങെത്തിയപ്പോൾ അത് കേരളീയ മുസ്ലിമീങ്ങൾക്ക് വലിയ നഷ്ടം വന്നപ്പോ വഹാബീസം വളരുന്നതിനെ തടയിടാൻ അവരെ മതപരമായി ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ കാലോചിതമായ ഒരു തീരുമാനം കൂടി കൊണ്ടുവരികയാണ്. ആ തീരുമാനം എന്താണ്? ആ തീരുമാനം രാഷ്ട്രീയപരമായും വഹാബികളെ ബഹിഷ്കരിക്കണമെന്നതാണ്. രാഷ്ട്രീയപരമായും ബഹിഷ്കരിക്കണമെന്നതാണ്. കാരണം അറബി പാഠപുസ്തകം ഇവിടെ കൊണ്ടുവന്നതാരാണ്? മൗലവിമാർ. ലീഗിനെ അധികാരത്തിലേറ്റിയത് തങ്ങന്മാര്. ആ ബലത്തിൽ ഇവിടെ പാഠപുസ്തകം വന്നപ്പോ ആ പാഠപുസ്തകത്തിൽ ഹളറിലെ യമനിലെ ഹളർമൗത്തിൽ നിന്ന് കടൽ താണ്ടി കടന്നു വന്ന പാണക്കാട് സാദാത്തുക്കളെ കുറിച്ച് ആ അറബി പാഠപുസ്തകത്തിൽ 2 അക്ഷരങ്ങളില്ല. അന്നത്തെ പ്രശസ്തമായ അറബി കോളേജ് സയ്യിദ് ബാഫക്കി തങ്ങളെ നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന പട്ടിക്കാട് ജാമിയയെ കുറിച്ച് ആ പാഠപുസ്തകത്തിൽ 2 അക്ഷരങ്ങളില്ല. അതൊന്നുമില്ല എന്നതല്ല ഈ സമുദായത്തിന്റെ പരാതി. അതിനു പകരം അഹ്ലുബൈത്തിന്റെ വിലയിടിച്ച് കാണിക്കുന്ന വഹാബി മൗലവിമാർ ഈ സമുദായത്തിന്റെ നേതൃത്വങ്ങളായി അതിൽ അവരോധിക്കപ്പെടുകയാണ്. ഇത്തരം നീചമായ വഴികളിൽ അധികാരത്തിന്റെ അരികുപറ്റി വഹാബികൾ വളരുന്നു എന്ന് കാണുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കൾ രാഷ്ട്രീയപരമായും വഹാബികളെ പ്രതിരോധിക്കണമെന്ന തീരുമാനമെടുത്തു. ഞാനിത് രണ്ടും പറയുന്നത് അങ്ങാടിയിൽ ഇങ്ങനെ കാൽച്ചായ കുടിച്ച് കാട്ടിക്കാവാപ്പോ ഒരു ആപ്പ് എന്നും പറഞ്ഞ് ആ കട്ടൻ ചായന്റെ ആവി കൂടെ അങ്ങനെ ഏപ്പിയാണ് ഈ വിത്തനൊക്കെ ഉണ്ടാക്കിയത് എന്ന് ചിന്തിക്കുന്ന നല്ലവരായ കാരണവന്മാരുണ്ട്. അവർക്ക് ബോധ്യപ്പെടാനാണ് ഞാൻ ഈ പറയുന്ന ചരിത്രങ്ങളൊന്നും APK പിളർന്നതിന്റെ ശേഷമുള്ളതല്ല. സുഹൃത്തുക്കളെ, എന്താണ് അതിനുവേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനം? ആ തീരുമാനം ഞാൻ വായിക്കുകയാണ്. 1980 ലീഗ് ടൈംസിൽ EK ഉസ്താദിന്റെ ഒരു പ്രസ്താവന. എന്താണ് ആ പ്രസ്താവന? സുന്നികൾക്കൊരു നയമുണ്ട്, സുന്നികൾക്ക് രാഷ്ട്രീയപരമായൊരു നയമുണ്ട്. കൃത്യമായി നിങ്ങൾ അറിയണം എന്താണ് ഈ രാജ്യത്തെ സുന്നികളുടെ നയം. ജമാഅത്തെ ഇസ്ലാമിയെ പോലെ വോട്ട് ചെയ്യണ ബൂത്തിന്റെ അടുത്ത് കൂടെ പോയ തൗഹീദ് പൊളിം എന്നതല്ല. എന്നാൽ അവരവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ബലിയാടുകളായി ആ രാഷ്ട്രീയത്തിന്റെ ജീർണതകളെ മുഴുവനും ഈ സമുദായം പേറണമെന്നുമല്ല. മറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കൊരു രാഷ്ട്രീയ നയമുണ്ട്. 1980 EK ഉസ്താദിന്റെ പ്രസ്താവന. ആ നയം അത് നേരത്തെ തന്നെ സമസ്ത എടുത്തു പ്രഖ്യാപിച്ചതാണ്. 80 EK ഉസ്താദ് പറയാണ് സമസ്തയുടെ നയം അത് നേരത്തെ തന്നെ സമസ്ത മുഷാവറ തീരുമാനമെടുത്തതാണ്. എന്താണ് ആ തീരുമാനം? ആ തീരുമാനം 80ന്റെ മുമ്പത്തെ കൊല്ലം 1979 മാതൃഭൂമി പത്രത്തിൽ നിങ്ങൾക്ക് വായിക്കാം. എന്താണ് ആ നയം? സുന്നി വിരുദ്ധരെ പരാജയപ്പെടുത്തുക. എന്താ സമസ്തന്റെ രാഷ്ട്രീയം? സുന്നിയാണ് സമസ്തന്റെ രാഷ്ട്രീയം. എന്താ സമസ്തയുടെ ചിഹ്നം? അത് സുന്നിയാണ്. എന്താ സമസ്തയുടെ രാഷ്ട്രീയം? അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ആശയങ്ങളെ വളർത്തലാണ്. എന്തേ ഇങ്ങനെ സമസ്ത തീരുമാനമെടുക്കാനുള്ള കാരണം? സുന്നി വിരുദ്ധർ അധികാരത്തിലേറിയപ്പം മൊഹീദ്ദീൻ പള്ളി നമുക്ക് നഷ്ടപ്പെട്ടു, പട്ടാളപ്പള്ളി നഷ്ടപ്പെട്ടു. മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിൽ അർത്ഥ കോഴി തിന്ന വഹാബിക്ക് ശിർക്കാണ്. മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിലുള്ള പള്ളി കയറി നിക്കരിച്ച വഹാബിക്ക് തൗഹീദാണ്. ഷാദുൽ ഇമാമിന്റെ പേരിൽ അർത്ഥ കോഴി തിന്ന ശിർക്കാണ്. ഷാദുൽ ഇമാമിന്റെ പേരിലുള്ള കോഴിക്കോട്ടെ പള്ളിയിൽ ഇന്നും വഹാബിക്ക് നിക്കരിച്ച തൗഹീദാണ്. എന്താ കാരണം? അത് പണ്ടൊരുത്തം പറഞ്ഞില്ലേ, വെറുതെ കിട്ടിയ കുരുടാനും കുടിച്ചാളാണ് എന്നതുപോലെ വെറുതെ കിട്ടിയപ്പോ ശിർക്കൊക്കെ മട്ടായി മാറിയതാണ്. ഈ ഒരു അജണ്ട സമുദായത്തെ വേദനിപ്പിച്ചപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1970കളുടെ പരിസരങ്ങളിൽ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ സടകുടഞ്ഞെഴുന്നേറ്റ് അവരെ രാഷ്ട്രീയപരമായി ബഹിഷ്കരിക്കണം എന്ന് തീരുമാനിക്കുകയാണ്. ഈക്കനെ പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് AP സുന്നി ഉണ്ടാവൂലേ? ഈക്കൻ്റെതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പോഴാ AP സുന്നി ഉണ്ടാകുക? സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. കോഴിക്കോട്
ഡിസംബർ 28 സുന്നത്ത് ജമാഅത്തിനും അതിന്റെ സ്ഥാപനങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുകയാണ് സമസ്ത മുശാവറയുടെ തീരുമാനമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി EK അബൂബക്കർ മുസ്ലിയാരും ജോയിന്റ് സെക്രട്ടറി KP മുഹമ്മദ് മുസ്ലിയാരും ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് വാണിയമ്പലം അദ്രൈമ മുസ്ലിയാരും തിങ്കളാഴ്ച വ്യക്തമാക്കി. AP ഉസ്താദ് അല്ല, ഉള്ളാളത്തെ പാപ്പി അല്ല, EK ഉസ്താദും വാണിയമ്പൽ അദ്രൈമ മുസ്ലിയാരും കോട്ടുമൽ ഉസ്താദൊക്കെ എടുത്ത തീരുമാനം രാഷ്ട്രീയമായി വഹാബിയെ ബഹിഷ്കരിക്കണമെന്ന് തീരുമാനമെടുക്കുകയല്ല. ആ തീരുമാനത്തിലേക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ഇടപെടലുകൾ ശംസുൽ ഉലമയുടെ ഭാഗത്തു നിന്നുണ്ടായി. കുട്ടികളില്ലാതെ പേറുവിളിച്ചിട്ട് കാര്യമില്ല മനുഷ്യന്മാരെ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 90 വിളിച്ചാൽ സോപ്പും സാബൂനും ഉണ്ടായാൽ മതി. പക്ഷേ കുട്ടി ഉണ്ടാകണമെങ്കിൽ വേറെ കുറെ ഷർത്തും വറലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം, ആ തീരുമാനം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശംസുൽ ഉലമ രംഗത്തിറങ്ങി. തൊട്ടടുത്തുള്ള കൊണ്ടോട്ടിയിൽ, പേര് തന്നെ പറയട്ടെ, ഞങ്ങൾ ഇത്തരം ചർച്ചകളൊക്കെ മുസ്ലിം ലീഗിന്റെ പേര് പരാമർശിക്കാതെ പറയാനാണ് ആഗ്രഹിക്കാറ്. കുറച്ചു കാലമായിട്ട് ഞങ്ങൾ അങ്ങനെയാണ് പറയാറും. കാരണം ലീഗിലെ വിദ്യാസമ്പന്നരായ ആർക്കും ഈ ചക്കുളത്തിപ്പോരിൽ താല്പര്യമല്ല. അതുകൊണ്ട് പക്ഷെ ഇവിടെ ചൂട്ട് കത്തിച്ചത് ആവശ്യമില്ലാതെ മനാഫി EK സുന്നികളോട് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, വഹാബികളോടുള്ള താല്പര്യം EFനെങ്കിൽ EFനെ 4 പറയട്ടെ ലീഗിന്റെ മൈക്കിൽ നിന്ന് ആഗ്രഹിച്ചതാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആ കൊണ്ടോട്ടിയിൽ വെച്ച് സീതിയാജി MLA എന്റെ അവസാനത്തുള്ളി രക്തവും ഞാൻ സുന്നികൾക്കെതിരെ ചെലവഴിക്കുമെന്ന് പ്രസംഗിച്ചപ്പോ അതിന് മറുപടിക്ക് വന്ന മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരാണ്. ഈ AP ഗ്രൂപ്പിലും EK ഗ്രൂപ്പിലുമുള്ള താടിയും മുടിയും നരച്ച കാരണവന്മാർ ഈ പരിസരത്ത് വെച്ച് എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ അതിന് ദൃക്സാക്ഷികളായിരിക്കാം. അന്ന് EK ഉസ്താദ് പറഞ്ഞ മറുപടി, ഒരു മണ്ഡലത്തിൽ സുന്നികൾക്കെതിരെ പ്രവർത്തിക്കുന്ന വഹാബി മുസ്ലിം സ്ഥാനാർത്ഥി വന്നാൽ ആ സുന്നിയെ എതിർക്കുന്ന മുസ്ലിം നാമധാരിയായ വഹാബിയെ എതിർക്കുന്നത് നിരീശ്വരവാദിയായ അമുസ്ലിം സ്ഥാനാർത്ഥിയാണെങ്കിൽ സുന്നിയെ എതിർക്കുന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കാഫിറിന് ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച നേതാവ് ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരാണ്. അവിടെ തീർന്നോ? കോഴിക്കോട് കുട്ടിമാളു അമ്മു എന്ന കോൺഗ്രസുകാരി മത്സരിക്കുമ്പോൾ ആട്ടിമാളു അമ്മുവിനെ വിജയിപ്പിക്കാൻ, ലീഗിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കരുണാകരന്റെ കൂടെ കോഴിക്കോട് പട്ടണത്തിൽ തെരഞ്ഞെടുപ്പ് ഇലക്ഷനിൽ പ്രസംഗിച്ച പണ്ഡിതന്റെ പേര് EK അബൂബക്കർ മുസ്ലിയാരെന്നാണ്. മൂല്യരെ അതൊക്കെ നിങ്ങൾ പിത്തന പറയാൻ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. സനതി ഞാൻ കേൾപ്പിച്ചു തരാം. ബഹുമാനനായ സമദ് പൂക്കോട്ടു തന്നെ പറയും, കുറച്ചാലം ചില പ്രത്യേക സാഹചര്യത്തിൽ ശംസുൽ ഉലമ കോൺഗ്രസ്സുകാരനായിരുന്നു. ഓലത് കൊട്ടക്കണക്കിന് പറഞ്ഞു പോകാൻ എന്താ പറയുന്ന നിങ്ങള്? ചില പ്രത്യേക സാഹചര്യത്തിൽ EK ഉസ്താദ് കോൺഗ്രസ്സുകാരനായിരുന്നു. ആ സാഹചര്യം എന്താണെന്ന് അപ്പൊ ഞാൻ ഈ പച്ച മലയാളത്തിൽ വിശദീകരിക്കണേ. അപ്പറേ 90 തികയുള്ളൂ. ആ സാഹചര്യം എന്താണ് എന്നാണ് ഞാൻ വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയട്ടെ, EK ഉസ്താദ് ഒരു കാലത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു. ശംസുൽ ഉലമ പോലും ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ വേദിയിൽ ഉണ്ടായിരുന്നു, കോൺഗ്രസിന് വേണ്ടി പ്രസംഗിച്ചിരുന്നു ശംസുൽ ഉലമ. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ. അതെന്താ സാഹചര്യം? ആ പ്രത്യേക സാഹചര്യം എന്താണെന്ന് ഇവിടെ ഹല്ല് ചെയ്യാൻ SKക്കാര് തയ്യാറായാൽ AP സുന്നി ക്ലിയറായി. അത് നിങ്ങൾക്ക് കഴിയണം. ആ പ്രത്യേക സാഹചര്യം ഇവിടെ പറഞ്ഞ ഇബാറത്തിൽ പിഴവുണ്ട്. EK ഉസ്താദ് കോൺഗ്രസ്സുകാരനല്ല, EK ഉസ്താദ് ലീഗ് വിരോധിയുമല്ല, EK ഉസ്താദ് വഹാബി വിരോധിയായതുകൊണ്ടാണ്. വഹാബിസത്തെ തോൽപ്പിക്കാനാണ്, ആ വഹാബിസത്തിൽ നിന്ന് ലീഗിനെ ശുദ്ധികലശം നടത്താനുള്ള ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് കോൺഗ്രസിന്റെ പക്ഷത്ത് നിന്ന് തെരഞ്ഞെടുപ്പിൽ ശംസുൽ ഉലമ ഇടപെട്ടത്. അങ്ങനെ ഇടപെട്ടു എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുകയാണ്, മഹാനായ ശംസുൽ ഉലമക്ക് ഒരു പക്ഷേ തോന്നിയേക്കും കോൺഗ്രസിലും ചില വഹാബികളെ കാണുന്നുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയിലും ചിലപ്പോ വഹാബികൾ ഉണ്ടാകാം. അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാവാം, അല്ലാഹു അഅലം. അവസാനം ശംസുൽ ഉലമ മുശാവറയുടെ തീരുമാനമല്ലാതെ ഒരു പടി കൂടി മുന്നോട്ട് പോയി. ശംസുൽ ഉലമ തീരുമാനിച്ചു, രാഷ്ട്രീയത്തിലും സുന്നികൾ ഒറ്റക്കു തന്നെ നിൽക്കണം. അതിന്റെ
സൃഷ്ടിയാണ് MDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. MDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം AP ഉസ്താദ് ഉണ്ടാക്കിയതല്ല. അല്ല എന്നതിന് സനദന്നെ പറഞ്ഞുതരും. സുഹൃത്തുക്കളെ, ഇത് മഹാനായ EK ഉസ്താദിന്റെ പ്രസ്താവനയാണ്. സുന്നികൾ വേറിട്ടു തന്നെ നിൽക്കണം. ഇത് 19/8/84 ചന്ദ്രികയാണ്. ആ ചന്ദ്രികയിൽ ശംസുൽ ഉലമ പറയാൻ, സുന്നികൾ മറ്റുള്ളവരുമായി കൂടിക്കലർന്നതാണ് സമുദായത്തിൽ നിലവിലുള്ള സർവ്വ കുഴപ്പങ്ങൾക്കും കാരണമെന്നും അവരെ വേർതിരിച്ചു നിർത്തൽ അനിവാര്യമാണെന്നും EK അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ ശ്രദ്ധിക്കണം മുസ്ലിമീങ്ങളെ, ഇപ്പോൾ മറ്റെല്ലാ സംഘടനകളിൽ നിന്നും സുന്നികളെ വേർപെടുത്താൻ തങ്ങൾ ഒരുങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണെന്നും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഉപദേശക സമിതി മെമ്പറായ EK പ്രസ്താവിച്ചു. MDP എന്ന പ്രസ്ഥാനത്തിന് ഉപദേശം നൽകി ഉണ്ടാക്കിയ ആൾ ആരാണ്? 84 ചന്ദ്രിക പറയുന്നു അത് മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരാണ്. എന്തിനു വേണ്ടി? മഹാനായ ശംസുൽ ഉലമക്ക് MP ആകാനല്ല, ശംസുൽ ഉലമക്ക് MLA ആകാനല്ല. സുന്നികൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച MLA-മാർ സുന്നികളുടെ പള്ളി പിടിച്ചടക്കാൻ കൂട്ടുനിന്നാൽ ഒതായിലെ സമ്മേളനത്തിന് പോകുന്ന സുന്നികളോട് അന്ന് സീതിയാജി പറഞ്ഞത് ഒരു 10 ആംബുലൻസ് കൂടെ കൂട്ടിക്കോ എന്നാണ്. അതേ സീതിയാജിയുടെ മൂക്കിന് ചുവട്ടിലുള്ള പാലപ്പറ്റ പള്ളി പൂട്ടിക്കാൻ വഹാബികൾ കേണി വെച്ചു കൊടുത്തത് ആ സീതിയാജി MLA-യാണ്. പാണക്കാട് സാദാത്തുക്കൾ വിയർപ്പൊഴുക്കി വലുതാക്കിയ ലീഗിന്റെ അമരത്തിരുന്ന് അഹ്ലുബൈത്തിന്റെ ആദരവ് പാതിരാവുകളിൽ ചൊല്ലിപ്പഠിപ്പിച്ച ഉലമാക്കളോട് തിക്താനുഭവങ്ങൾ ലീഗിൽ നിന്നുണ്ടാകുന്നു എന്ന് കാണുമ്പോൾ ശംസുൽ ഉലമ ലീഗിനെ നന്നാക്കാനും വഹാബിസം വളരുന്ന രാഷ്ട്രീയത്തിന്റെ ഇടനാഴികകളിൽ നിന്ന് അവരെ ഇല്ലായ്മ ചെയ്യാനും എടുത്ത നിലപാടുകളായിരുന്നു അതൊക്കെ. ആ നിലപാടുകളുമായി ശംസുൽ ഉലമ മുന്നോട്ട് പോയപ്പോൾ സുഹൃത്തുക്കളെ കുറെയൊക്കെ താക്കീത് ചെയ്തു ശംസുൽ ഉലമ. അങ്ങനെ ശംസുൽ ഉലമ മുന്നോട്ട് പോകുമ്പോണ്ടായ അവസ്ഥ എന്താ? നിങ്ങൾ പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞുതരാ. അതേ നിലപാട് ഉയർത്തിപ്പിടിച്ച് AP ഉസ്താദ് ഇന്ന് നിലനിൽക്കുമ്പോ എന്തൊക്കെ ആരോപണം കേട്ടോ, ആ ആരോപണങ്ങളൊക്കെ അന്ന് EK ഉസ്താദ് കേട്ടു. കുട്ടിമാളു അമ്മുവിന്റെ ആസനം തടവുന്ന രാഷ്ട്രീയത്തുൽ ഉലമ എന്ന് ശംസുൽ ഉലമയെ രേഖപ്പെടുത്തിയത് ചന്ദ്രികയാണ്. ശംസുൽ ഉലമയുടെ തോലുകൊണ്ട് ചെരുപ്പുണ്ടാക്കാൻ പോലും കൊള്ളൂലാന്ന് ലേഖനം എഴുതിയത് ലീഗിന്റെ ഓശാന പാടുന്ന മാപ്പിള നാടാണ്. സുഹൃത്തുക്കളെ, തീർന്നില്ല. പട്ടിക്കാട് ജാമിയ നൂരിയയുടെ സ്ഥാപക സെക്രട്ടറിയും പ്രിൻസിപ്പളുമായ ശംസുൽ ഉലമയെ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടതിന്റെ കാരണക്കാർ അന്ന് മുസ്ലിം ലീഗുകാരായിരുന്നു. എന്തേ കാരണം? AP ഉസ്താദ് ആ നിലപാടിൽ ഉറച്ചു നിന്നപ്പോ ആ നിലപാടിന്റെ പേരിൽ കൂടെ നിന്നു എന്ന കാരണത്താൽ കേരളത്തിൽ പിന്നീട് ഒരുപാട് മുദർരിസുമാരെയും മുഅല്ലിമീങ്ങളെയും പിരിച്ചുവിടപ്പെട്ടു. എന്നാൽ ആ മുഅല്ലിമീങ്ങളെയും മുദർരിസുമാരെയൊക്കെ പിരിച്ചുവിടുന്നതിന്റെ മുമ്പ് ആദ്യമായി കേരളത്തിലെ ഒരു മതസ്ഥാപനത്തിൽ നിന്ന് ലീഗിന്റെ ബലിയാടായി പിരിച്ചുവിടപ്പെട്ട പണ്ഡിതന്റെ പേര് ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരാണ്. ഞങ്ങൾക്ക് ആരെയും തെറി പറയാനില്ല, തോന്നിയാസം പറയാനില്ല, ആരോടും പകരം വീട്ടാനില്ല, പക തീർക്കാനില്ല. വളർന്നു വരുന്ന തലമുറയുടെ മുന്നിൽ ഒരു 90 കുളി നടത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് കുട്ടിനൊപ്പം നിർത്തിയിട്ടാ ഞങ്ങളെ കളിയും കുളിയൊക്കെ അല്ലേ? സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്കേ. അങ്ങനെ സുന്നികൾ 60ാം വാർഷിക സമ്മേളനം നടത്തി. മഹാനായ ശംസുൽ ഉലമ വേട്ടയാടപ്പെട്ടു. നാട്ടികവി മൂസ മുസ്ലിയാർ അടക്കമുള്ളവർ അദ്ദേഹത്തെ വേദനിപ്പിച്ചു. പക്ഷേ അന്ന് മഹാനായ ശംസുൽ ഉലമ ആദർശത്തിന്റെയും നയത്തിന്റെയും പേരിൽ ഉറച്ചു നിന്നു എന്ന കാരണത്താൽ അദ്ദേഹത്തെ കേരളത്തിന്റെ തെരുവുകളിൽ ക്രൂരമായി വേട്ടയാടിയപ്പോ ആ പണ്ഡിതന്റെ വീട്ടുപടിക്കൽ കാവലിരുന്ന് അവിടത്തേക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത ഒരു യുവ പണ്ഡിതൻ എന്ന് കേരളത്തിലുണ്ട്. സുൽത്താനുൽ ഉലമ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ആ പണ്ഡിതന്റെ പേരാണത്. അങ്ങനെ സുഹൃത്തുക്കളെ, AP ഉസ്താദിന്റെ സംഘടനാ മികവും ജനകീയ വ്യക്തിത്വവും മഹാനായ ശംസുൽ ഉലമയുടെ പാണ്ഡിത്യ ഗരിമയും ഒന്നിച്ചണിനിരുന്നപ്പോ കേരളീയ മുസ്ലിമീങ്ങളുടെ അവസാന വാക്കായി സമസ്ത രൂപം പ്രാപിച്ചു. സമസ്ത വളർന്നു. ആ വളർച്ചയുടെ വിളംബരമാണ് 60ാം വാർഷിക സമ്മേളനത്തിൽ നടന്നു. ആ 60ാം വാർഷിക സമ്മേളനത്തിൽ ഈ രാജ്യത്തെ രാഷ്ട്രീയക്കാരെയും പൊതുജനങ്ങളെയും ശംസുൽ ഉലമ ഇട്ടിട്ട് കുലുക്കുകയാണ്.
എന്നിട്ട് ശംസുലുലമ അവിടുന്നും രാഷ്ട്രീയമായ നയം പറഞ്ഞു. ആ നയം എന്താ? നിങ്ങളൊക്കെ പോച്ച രാഷ്ട്രീയത്തിന്റെ കൂടെ നടന്നോളിയും എന്നല്ല, മറിച്ച് ശംസുലുലമ പറഞ്ഞു, ഞങ്ങളെ പരിഗണിക്കുന്നവരെ ഞങ്ങൾ അനുകൂലമായി പരിഗണിക്കും, ആ പരിഗണന ഞങ്ങൾക്ക് തരാത്തവരെ ഞങ്ങൾ പരിഗണിക്കേണ്ടി വരും എന്ന് ശംസുലുലമ രാഷ്ട്രീയക്കാർക്ക് താക്കീത് കൊടുക്കാൻ. ആ താക്കീത് ഞങ്ങൾ പറയണ്ട, പെണങ്ങോട് അബൂബക്കർ പറഞ്ഞൊരു 60-ാം വാർഷിക സമ്മേളനത്തിൽ ശംസുലുലമ നടത്തിയ താക്കീത്. ഈ കടപ്പുറത്ത് സമസ്തയുടെ 60-ാം വാർഷിക മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മഹാനായ ശംസുലുലമ ശൈഖുന ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അവറുകൾ നവറല്ലാഹു മർക്കദഹു തങ്ങളവറുകൾ പറഞ്ഞൊരു കാര്യം നമുക്ക് ആവർത്തിക്കാം. അതാത് കാലത്തെ ഭരണകൂടങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തയെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഭരണകൂടങ്ങളെ സമസ്ത പരിഗണിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് പറയാൻ ചങ്കുറപ്പും നെഞ്ചുറപ്പുമുള്ളൊരു മൂല്യാരെ പേര് പറഞ്ഞു തരട്ടെ. സുൽത്താനുലുലമ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. അതല്ലേ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ, പഞ്ചായത്ത് ഇലക്ഷനിൽ 4ഓളം വരുന്ന ചാനലുകാർ എ.പി. ഉസ്താദിനെ ഇന്റർവ്യൂ നടത്തി. ആ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളിലേക്കൊക്കെ പിറകെ ഞാൻ വരുന്നുണ്ട്. ചിലർക്കുള്ള പണി എന്തേലും കാര്യങ്ങൾ ആ ഇന്റർവ്യൂ തെറുക്കി വെക്കുക. കുഴപ്പമൊന്നുമില്ല, എ.പി. ഉസ്താദിന്റെ ഇന്റർവ്യൂ പൊതുജനത്തിന്റെ മുന്നിലേക്കുള്ളതാണ്, നിങ്ങൾക്കത് വിലയിരുത്താം. പക്ഷേ ആ വിലയിരുത്തുന്നതിന് മുമ്പ് ആ വേണുവിന്റെ ഒക്കെ മുന്നിലേക്ക് ഒന്ന് കൊണ്ടുപോയിട്ട് ഒരു 10 എത്താൻ പറ്റിയ ഒരു മൂലേരാപ്പിൾ നിങ്ങളൊന്ന് കാട്ടിത്തരണ്ടേ? എന്നിട്ട് വേണ്ട ഇപ്പുറത്ത് നിരൂപിക്കാൻ. സുഹൃത്തുക്കളെ, എന്തിന് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണം? ഇരിക്കട്ടെ, ആ നിലപാട് മഹാനായ ശംസുലുലമ ആവർത്തിച്ചു. ആ നിലപാടിൽ എ.പി. വിഭാഗം സുന്നികൾ ഉറച്ചു നിന്നു. എന്താ ഉണ്ടായതെന്ന് അറിയണ്ടേ? ആ ഫലം മൗലവി തന്നെ പറഞ്ഞുതരും. കുറച്ചു കാലം കഴിഞ്ഞപ്പോ പിന്നെ അറബി പാഠപുസ്തകത്തിലൊന്നും വഹാബി പാതിരിമാരെ കാണാനില്ല. 80കളുടെ അവസാനത്തിൽ കേരളത്തിലെ സുന്നികളുടെ ഒരു സമരം, സ്കൂൾ പാഠപുസ്തകത്തിലെ വഹാബിസം നീക്കം ചെയ്യുക. നീക്കം ചെയ്യേണ്ട ലിസ്റ്റിൽ ഒരു പാഠം ഏതാ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റിയുള്ള പാഠം പഠിപ്പിക്കാൻ പാടില്ല സ്കൂളിൽ. പഠിപ്പിക്കുകയാണെങ്കിൽ പൂക്കോയ തങ്ങളത് കൊടുക്കേണ്ടിയിരുന്നു. പാണക്കാട് കൊടപ്പനക്കൽ വീടിന്റെ മാഹാത്മ്യം പഠിപ്പിക്കേണ്ടിയിരുന്നു. ബാഫയ്ക്ക് സാദാത്തുക്കളെ പറയേണ്ടിയിരുന്നു. ഈ ഈ കരിഞ്ചന്തിയും കള്ളക്കടത്തും ശുദ്ധികലശം നടത്തണമെന്നായിരുന്നു നമ്മൾ സമരം നടത്തിയത്. ആലോചിച്ച് നോക്കുങ്ങള്. ആലോചിച്ചാലൊന്നുമില്ല, അതതിലും വേണ്ടാത്ത സാധനം തന്നെയാണ്. ഏതൊരു മനുഷ്യനാണോ സ്കൂളിൽ അറബി പഠനം ആരംഭിച്ചത്, ആ മനുഷ്യനെ പറ്റി സ്കൂളിൽ പഠിപ്പിക്കാൻ പാടില്ല. സർക്കാർ അത് നീക്കി. എന്തേ? നാട്ടുകാരൊക്കെ പൊട്ടന്മാരായിട്ടാണോ? സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. ചരിത്രപരമായ അതൊരു വഞ്ചനയാണ്. ആ വഞ്ചന തിരിച്ചറിയാൻ നമ്മുടെ നിലപാട് കൊണ്ട് കഴിഞ്ഞു. 60-ാം വാർഷിക സമ്മേളനത്തോടുകൂടെ തന്നെ വഹാബികൾ രാഷ്ട്രീയത്തിന്റെ ഇടനാഴികകളിൽ നിന്നും തൂത്തെറിയപ്പെടുന്നു എന്ന തിരിച്ചറിവ് വഹാബികൾക്കുണ്ടായപ്പോൾ 4ാമത് വഹാബികൾ പയറ്റിയ തന്ത്രമുണ്ട്. എന്തായിരുന്നു സുഹൃത്തുക്കളെ 4ാമത് വഹാബികൾ പയറ്റിയ തന്ത്രം? ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നതാണ്. ഭിന്നിപ്പിച്ചു ഭരിക്കുക. എ.പി. ഉസ്താദും ഇ.കെ. ഉസ്താദും ഒന്നിച്ചുള്ള ഈ പോരാട്ടം, 60-ാം വാർഷിക സമ്മേളനത്തിന്റെ വിജയം, ആ സമ്മേളനം രാജ്യത്തെ വിശ്വാസികൾക്ക് നൽകിയ മെസ്സേജ്, ഇതെല്ലാം വഹാബിസത്തിന്റെ ചോറ് ചക്കയിലൊട്ടിക്കുന്നു എന്ന് കാണുമ്പോൾ വഹാബികൾ കണ്ടെത്തിയ മാർഗം ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നതാണ്. ആ ഭരണം വഹാബികൾ മാത്രമല്ല, അവരുടെ പൂർവീകരായ മുനാഫിക്കീങ്ങൾ പണ്ടുകാലം മുതലേ ചെയ്തതാണ്. ഇനി ഞാൻ ഈ രാജ്യത്ത് ഞങ്ങളെ കേൾക്കുന്ന എല്ലാ ജനങ്ങളോടും ഞാനൊരു കാര്യം പറയട്ടെ. എ.പി. ഉസ്താദിന്റെ ഇ.കെ. ഉസ്താദിന്റെ ഇടയിൽ മാത്രം നല്ല ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഇടക്ക ഭിന്നത സംഭവിച്ചിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹും രണ്ട് ചേരിയായി ഇടപെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അവരുടെ നിഷ്കളങ്കത ദുരുപയോഗം ചെയ്ത് മുനാഫിക്കീങ്ങൾ തമ്മിൽ തല്ലിച്ചതാണ്. മനുഷ്യ സഹജമായ ധാരണ പെശകുകൾ അവർക്കിടയിൽ വന്നതാണ്. ഇതുപോലെ ഇക്കാലത്തെ കപടന്മാർ വഹാബികൾ ശംസുലുലമയെയും ഇ.കെ. ഉസ്താദിനെയും തമ്മിൽ തെറ്റിച്ച് മുസ്ലിം ഉമ്മത്തിനെ ഇടയിലേക്ക് കേറി വരാൻ അവസരം കാത്തുനിന്നു. അതിന്റെ നിരന്തരമായ ശ്രമങ്ങൾ അവർ നടത്തി. പക്ഷേ ശംസുലുലമന്റെ എഴുത്തുക്ക് നേരെ ഫിത്ന പറഞ്ഞ് എ.പി. ഉസ്താദിനെതിരാക്കാൻ വഹാബിയക്ക് ചെല്ലാൻ ധൈര്യമല്ലല്ലോ മൗലവിമാർക്ക്. അപ്പൊ മൗലവിമാർക്ക് അത് കഴിയാത്തത് കൊണ്ട് മൗലവിമാർ ലീഗിലുള്ള ചില വഹാബികളെ പിടിച്ചു.
ആ വഹാബികളായ ലീഗുകാരുടെ കൂടെ നമ്മളെ മലപ്പുറത്ത് പണ്ടേ കുറച്ച് അസൂയുള്ള മൂല്യന്മാരുണ്ട്. ഇനി ഓല് കൂടെ നോക്കും. ഓൽക്കുള്ള പ്രശ്നം എന്താണ്? AP മിഞ്ഞാന്ന് വന്നതാണ്. ആ AP ആണ് കൊട്ടപ്പുറത്ത് സംവാദത്തിന്. AP ഉസ്താദിനെയാണ് വയലിന് മുഴുവൻ കാണുന്നത്. AP ഉസ്താദ് ഒരു സദസ്സിലേക്ക് ചെന്നാൽ നാഷണൽ ഹൈവേ പോലെ ഉസ്താദിന് സദസ്സ് വഴിയൊരുക്കി കൊടുക്കാൻ. എന്നാ ഉസ്താദ് മുഷാവറയിലേക്ക് വരുന്നതിന്റെ കൊല്ലങ്ങൾക്ക് മുമ്പ് മുഷാവറയിലെത്തി താടി മുടി നരച്ച ചില ഉസ്താദുമാരൊരു മജ്ലിസിക്ക് ചെന്നാല് നെല്ലും കണ്ടത്തുകൂടെ കീരി പോണ മാതിരി ഇങ്ങനെ തൊഴഞ്ഞ് സ്റ്റേജിലെത്തണം. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ സഹോദരന്മാരെ മലപ്പുറത്തെ കുറച്ച് മൊയ്ലിയമാരെ വിഷമിപ്പിച്ചു. അവരുടെ മുന്നിൽ ഒരൊറ്റ അജണ്ടയുള്ളൂ, AP പിടുത്തം വിടണം. AP ഉസ്താദ് മുഷാവറയിൽ നിന്നും സമുദായത്തിന്റെ മനസ്സിൽ നിന്നും ഇല്ലാതെയാക്കപ്പെടണം. അതായിരുന്നു അവരുടെ അജണ്ട. വഹാബികളുടെ അജണ്ട ഈ ഉമ്മത്ത് ഭിന്നിച്ച് ഉലമാക്കൾക്കിടയിൽ ഭിന്നത വന്ന് കയറിക്കൂടണം. അതിനെ വഴി സ്വീകരിച്ച് ലീഗിലെ രാഷ്ട്രീയ മേധാവികളിലൂടെ മലപ്പുറത്ത് അസൂയ മൂല്യമാരിലേക്ക് എത്തിയ ആ ചർച്ച അവരുടെ നിരന്തരമായ ചൂട്ടുപിടിക്കലിലൂടെ മനുഷ്യ സഹജമായ ധാരണപ്പശകിൽ AP ഉസ്താദിനെതിരെ EK ഉസ്താദ് ചിന്തിക്കുന്നത് പിന്നെ നമുക്ക് കാണേണ്ടി വരികയാണ്. അങ്ങനെ AP ഉസ്താദും EK ഉസ്താദും രണ്ട് ചേരിയായി. നമ്മൾ മറച്ചേക്കേണ്ട കാര്യമല്ല. അങ്ങനെ രണ്ടു ചേരിയായി. അങ്ങനെ ചേരിയായതിലല്ല നമ്മുടെ സങ്കടം. സുഹൃത്തുക്കളെ, AP ഉസ്താദും EK ഉസ്താദും രണ്ടു ചേരിയായപ്പോൾ പിന്നീട് കേരളത്തിലെ മുസ്ലിമീങ്ങൾ കേട്ടതെന്താണ്? EK ഉസ്താദ് അതുവരെ പഠിപ്പിച്ച നയനിലപാടുകളിൽ നിന്ന് ചില ചേഞ്ചുകൾ കാണുകയാണ്. അത് വിശദമായി പറയേണ്ട സംഗതികളാണ്. പക്ഷെ ഞാൻ അതിലേക്ക് കടക്കണില്ല. എന്തുകൊണ്ട് കടക്കുന്നില്ല? ആലിമീങ്ങൾക്കിടയിൽ മരിച്ചുപോയ ശംസുൽ ഉലമയെ പോലെയുള്ള ഒരു പണ്ഡിതന്റെ ജീവിതത്തിൽ വല്ല കാലിടർച്ചയും വന്നിട്ടുണ്ടെങ്കിൽ വളർന്നു വരുന്ന തലമുറയുടെ മുന്നിൽ എന്നെ പോലെ ഒരു മുത്തഅല്ലിം അത് ഇനി ചർവണം ചെയ്യേണ്ട കാര്യമില്ല. അതിൽ മുസ്ലിം സമുദായത്തിന് ഗുണമില്ല. രണ്ടാമത്, അദ്ദേഹം മരിച്ചുപോയൊരു പണ്ഡിതനാണ്. ആ പണ്ഡിതനെന്നു മാത്രമല്ല, മരിച്ച ഒരു മനുഷ്യനെ കുറിച്ച് ഉദ്കുറൂ മഹാസിന മൗതാക്കും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ മരിച്ചവരെ കുറിച്ച് നയാളയൻ. മൂന്നാമത് ഞങ്ങൾ ആഴ്ചയിൽ പോകുകയാണ്. ജീവിതകാലത്ത് ജീവിതത്തിന്റെ ഒരിടവേളയിൽ അദ്ദേഹത്തിന് സംഭവിച്ച കാലിടർച്ചയെ കഴുകിക്കളഞ്ഞിട്ടാ അള്ളാഹു അദ്ദേഹത്തെ കൊണ്ടുപോയത്. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായ ഫിർഖത്ത് ഭിന്നത മരിക്കുന്നതിന്റെ മുമ്പൊന്ന് ഒന്നായി കാണണമെന്ന് ആഗ്രഹിക്കുകയും തന്റെ അടുപ്പക്കാരോടത് വസിയ്യത്ത് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ശംസുൽ ഉലമ മരിച്ചുപോയത്. ഈ മൂന്ന് കാരണങ്ങൾക്ക് പുറമെ നാലാമതൊരു കാരണത്തിന്റെ പേരിലും ഞാൻ ശംസുൽ ഉലമയെ അങ്ങനെ വിശദീയത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. എന്താണ് ആ കാരണോ? മരിച്ചുപോയ നായനാരെ കുറിച്ച് മരണത്തിന്റെ ശേഷം K കരുണാകരൻ ആരോപണം ഉന്നയിക്കുന്നത് നമ്മൾ കേൾക്കാറില്ല. K കരുണാകരൻ മരിച്ചുപോയിട്ട് അച്യുതാനന്ദം പോലും കരുണാകരനെ തെരുവിലിട്ട് വിചാരണ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇസ്ലാമിക വേദികളിൽ ആ കേവല രാഷ്ട്രീയക്കാരുടെ ഒരു മര്യാദയെങ്കിലും നിലനിൽക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇത് പറയുമ്പോ ഇനി നാളെ അതിനെ വളച്ചൊടിച്ചു പറയുന്ന ചില വർത്താനം ഉണ്ടായി. ഞാൻ കേൾപ്പിച്ചു തരാം. എന്താണ്? SKSSF നാട്ടുകൂടെ മുഴുവൻ ഈ ഭരണിപ്പാട്ട് പാടി നടന്നതുകൊണ്ട്, SKSSF ഇടപെട്ടത് കൊണ്ട് എന്ത് സംഭവിച്ചു? പണ്ട് EKനെ മോശാക്കി പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പൊ EK ഉസ്താദിനെ നന്നാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഔലിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കറാമത്തുണ്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പൊട്ടീസാക്കുന്ന ഒരു ഡയലോഗ് ഞാൻ കേൾപ്പിച്ചു തരാം. ആക്ഷേപിച്ച് നടന്ന ആളുകൾ, ശംസുൽ ഉലമയെ ഒരു കാലത്ത് ആക്ഷേപിച്ച ആളുകൾ, മഹാനായ KB ഉസ്താദിനെ ആക്ഷേപിച്ച ആളുകൾ കണ്ടോ? ഇന്ന് SKS ഇടപെട്ടതുകൊണ്ടല്ലേ ഇപ്പൊ ശംസുൽ ഉലമ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴല്ല മൂല്യരെ, പണ്ടേ ഉള്ള മഹത്വമൊക്കെ ഉണ്ട്. ആ മഹത്വം ഉണ്ടായിരിക്കെ തന്നെ വിശ്വാസത്തിലും കർമ്മത്തിലും സുന്നത്തി ജമാഅത്തിന്റെ റൂട്ടിൽ നിന്ന് വ്യതിചലിക്കാതെ അത് പ്രബോധനം ചെയ്യാൻ സമസ്ത സ്ഥാപിത കാലം തൊട്ടെടുത്ത നിലപാടുകളിൽ നിന്ന് ശംസുൽ ഉലമ വ്യതിചലിച്ചു. എന്താണ് ആ വ്യതിചലിച്ചത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, തെറുക്കുൽ മുവാലാത്തിന് വേണ്ടി കൃത്യമായി ഇടപെട്ട പണ്ഡിതൻ,
മഞ്ചേരിക്കടുത്ത് തൃപ്പനശ്ശീല മുത്തനൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ബിദഈയുടെ മയ്യത്ത് മറമാടൂല എന്ന തീരുമാനത്തിനെതിരെ കോടതിയിൽ കേസ് വന്നപ്പോ ആ ബിദഈയുടെ മയ്യത്ത് മറമാടുന്നതിനെ നിരുത്സാഹപ്പെടുത്തി അതിനെ എതിർത്തു നിന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കോടതിയിൽ വാദിക്കാൻ വന്ന വക്കീലായിരുന്നു മഹാനായ ശംസുൽ ഉലമ. ഈ നിലപാടൊക്കെ പഠിപ്പിച്ച ശംസുൽ ഉലമ AP ഉസ്താദും EK ഉസ്താദും തമ്മിൽ തെറ്റിയപ്പോ പിന്നെ കാണുന്നത് സുഹൃത്തുക്കളെ കയ്യെവിടെ കെട്ടിയാലെന്തടാ എന്ന് സംസാരിക്കുന്ന ശൈലിയാണ്. സുന്നികൾ വേറിട്ടു നിൽക്കണമെന്ന് പറയുന്ന ശംസുൽ ഉലമയെ പിന്നീട് കേരളീയ മുസ്ലിമീങ്ങൾ കാണുന്നത് മുതലക്കുളം മൈതാനിയിൽ വഹാബികളുമായി വേദി പങ്കിടുന്നതാണ്. വേദി പങ്കിട്ടത് മാത്രമല്ല, ആ വേദി പങ്കിടുന്നത് സുന്നി വിരുദ്ധ ആശയം വരുമ്പോ അതിനെ പ്രതിരോധിക്കാനായിരുന്നുവെങ്കിൽ സമസ്തയുടെ നയത്തിന് ഫിറ്റാകുമായിരുന്നു. നമ്മൾ വഖഫ് ബോർഡിൽ ഇരിക്കുന്നത് പോലെ, ഹജ്ജ് കമ്മിറ്റിയിൽ ഇരിക്കുന്നത് പോലെ, സംവാദത്തിന് ഇരിക്കുന്നത് പോലെ ആ ഇരുത്തമൊക്കെ എന്തിനാണ്? സുന്നിക്കെതിരെ നിലപാട് വരുമ്പോ പ്രതിരോധിക്കാനാണ്. അതിനായിരുന്നു മുതലക്കുളത്ത് ശംസുൽ ഉലമ ഇരുന്നതെങ്കിൽ സുന്നികൾക്ക് വിഷമമില്ല. കാരണം ആ നിലപാടായില്ല അവിടെ വെച്ച് ശംസുൽ ഉലമയിൽ നിന്ന് കണ്ടത്. ഒരു വഹാബിയായ മൗലവി 3 തൊലാഖും ചൊല്ലിയാൽ ഒന്നേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് സുന്നി വിരുദ്ധ ആശയം പറഞ്ഞപ്പോൾ അത് പ്രതിരോധിക്കുന്നത് സുന്നികൾ കണ്ടില്ല. ഇങ്ങനെ ധാരാളം ചരിത്രങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് നേരത്തെ പറഞ്ഞ കാരണങ്ങളെ കൊണ്ട് ഇറങ്ങി ചെല്ലുന്നില്ല. ഇത്രയും പറഞ്ഞത് വിഷയത്തിന്റെ ഒരു ആമുഖത്തിന് വേണ്ടിയാണ്. ഇതുപോലെ 79 മുശാവറ കൂടി സമസ്തക്ക് രാഷ്ട്രീയമില്ല, സമസ്തയുടെ രാഷ്ട്രീയം സുന്നി വിധേയത്വവും സമസ്തയുടെ എതിരാളികൾ സുന്നി വിരുദ്ധരുമാണ് എന്ന് പഠിപ്പിച്ച ശംസുൽ ഉലമ പിന്നെ പ്രസംഗിച്ചത് ലീഗ് ഓഫീസുകൾ മുഴുവനും സുന്നത്തി ജമാഅത്തിന്റെ ഓഫീസുകൾ തന്നെ എന്നതാണ്. ഇത്തരം ചില ചേഞ്ച് ഇടക്കാലത്ത് വന്നു. അതിൽ നിന്ന് പിൽക്കാലത്ത് അദ്ദേഹം ഇതൊന്നാകണമെന്ന് പറഞ്ഞതോടെ ആ ഫിർക്കത്തിൽ നിന്ന് അദ്ദേഹം തലയൂരി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മൾ പറയുമ്പോ അതിനിവർ വഷളാക്കുന്ന കോലം നോക്കിക്കോളും. മാത്രം പറയുന്ന മാത്രല്ല, ഒരു സക്കാഫി പ്രസംഗിച്ചെന്താ അറിയോ? ശംസുൽ ഉലമ വഫാത്താവണ സമയത്ത് പറഞ്ഞത് സമസ്ത ശരിയല്ല, ഏപ്പിസ്ഥാണ് ശരി, അതുകൊണ്ടാ ഞങ്ങളെ കേൾപ്പിലിപ്പം നിൽക്കുന്നത്. ശംസുൽ ഉലമയെ വഫാത്താവണ സമയത്ത് അങ്ങനെയൊന്നല്ല. ഞാൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ മാതിരിയൊക്കെ തന്നെ എല്ലായിടത്തും പറയലുള്ളൂ. അത് അയാള് കോട്ടിമാട്ടുകയാണ്. പടച്ചറത്തെ ആരോടൊക്കെ പറഞ്ഞ അല്ലാഹുവായാലും ഞങ്ങള് പറഞ്ഞതൊക്കെ പറഞ്ഞ ചിലരുണ്ട്. അത് ഞാൻ ബാക്കിൽ കേൾപ്പിച്ചേരാ. ശംസുൽ ഉലമ വഫാത്താകുന്ന സമയത്ത് പറഞ്ഞു അത്ര എന്ത്? ഞാൻ വഞ്ചിക്കപ്പെട്ടതാണ്, അറിയാതെ പെട്ടുപോയതാണ്. അങ്ങനെയൊന്നല്ലേ പറഞ്ഞത്. പറഞ്ഞ പോലെ ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് പിന്നെ പറഞ്ഞുതരാം. ആദ്യയാൾ പറയുന്നത് ശംസുൽ വലിയ കറാമത്തുള്ള ആളാണ്, എന്നിട്ട് പിന്നെ പറയാം അങ്ങനെയല്ല പറഞ്ഞത്. എസ്കക്കാരന്റെ ഭാഷയിൽ കറാമത്തുള്ള ശംസുൽ ഉലമാന ഹിക്കായത്തിന്റെ വകുപ്പ് വേറെയാണ്, അവനാം പറച്ചില് വേറെയാണ്. മൊയ്ലിയാരേ ശംസുൽ പറഞ്ഞത്രയും വഞ്ചിക്കപ്പെട്ടു, ഇപ്പൊ കറാമത്തില്ലേ? പിന്നെ ശംസുൽ വഫാത്താകുന്ന സമയത്ത് പറഞ്ഞു അത്രേ, എനിക്ക് മനസ്സിലായി സമസ്തയല്ല ശരി, ഇവരുടെ പ്രസ്ഥാനമാണ് ശരി. വഹാബ് സഖാഫി മമ്പാട്ടുകാരൻ അദ്ദേഹം പറയാണ് ശൈഖുനാ ശംസുൽ ഉലമയെ കുറിച്ച്. അദ്ദേഹം കർണാടകയിൽ പോയിട്ട് അദ്ദേഹം പ്രസംഗിച്ചതാണ്. അപ്പൊ അയാൾ എന്താ പറയുക, കർണാടകയിൽ പോയി പ്രസംഗിച്ചാൽ ആരും അറിയില്ലല്ലോ. നോക്കിങ്ങള് പ്രസംഗിച്ചിട്ട് 4 ആൾ അറിയാനല്ലേ മൂല്യാരെ? ഞമ്മള് പ്രസംഗം 4 40 കേക്കട്ടെ വിചാരിച്ചിട്ട് ഈ മൈക്കക്കാരോട് ഒച്ചോട്ടണമെന്ന് അറിയില്ലേ. അങ്ങനത്തെ ഇതിനെ കുറിച്ച് ആരും കേൾക്കരുത് എന്ന് പറഞ്ഞാൽ എന്തൊരു ആരോപണമാണ്. ഒരാളും കേൾക്കൂലല്ലോ. ഇതേതാ കാലം മൂല്യരെ ഒറ്റ ഓപ്പറേറ്റർമാര് സംഭവിച്ചു തരൂലേ. ഞാൻ ആ അഭിപ്രായക്കാരനാണെന്നില്ല, എല്ലാവരും കേട്ടോട്ടെ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പഴയ കാലല്ല, അവിടെ പ്രസംഗിക്കുമ്പോൾ ഇവിടെ ക്ലിപ്പാകും. തങ്ങളൊക്കെ അതിന് വ്യത്യസ്ത. കേരള ഇസ്ലാമിക് ക്ലാസ്സിന്റെ ബഹുമാനായ നൂർജിൻ തങ്ങള് ഏറ്റവും പ്രസംഗിക്കുന്നെങ്കിൽ ഇവിടെ ക്ലാസ്സിലുള്ള ക്ലിപ്പ് തുടങ്ങിയിട്ടുണ്ടാവും. ഞങ്ങൾക്ക് അറിയിട്ടല്ല, തങ്ങളായി പോയില്ല എന്നുള്ള കുടുക്കൊണ്ടാ. ആ കാലഘട്ടമല്ലേ? ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും മറച്ചു വെക്കാൻ പറ്റുമോ? ഇല്ലേ. എന്തിനാ മറച്ചേക്കണ്? പച്ച മലയാളത്തിലുള്ള ഒച്ച മുഴുവട്ടിട്ടായി പറയണേ. ഇപ്പൊ ഇത് ലോകത്ത് ഒരുപാട് സ്ഥലത്ത് ഇത് കേൾക്കുകയാണ് നമ്മളെ മലബാർ ക്ലാസ് റൂമിലൂടെ. മറച്ചേക്കണ പരിപാടി നമ്മക്ക് ഇല്ലല്ലോ. 90 കുളിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടിനാണ് കാട്ടിത്തരും. അങ്ങനെയാ ഞങ്ങളെ കുളി. ബാപ്പാനെയും വിശദീകരിച്ചു തരും. ഞങ്ങൾ പറയുന്ന ആശയത്തിന്റെ ഒക്കെ ബാപ്പ ശംസുൽ ഉലമയാണ്. നിങ്ങളെ ബാപ്പ ആരാ? ആശയപരമായിട്ടാ ഞാൻ ചോദിക്കണേ.
ഏതെങ്കിലും കാര്യം പറഞ്ഞൊരു കാര്യം ഇല്ലെന്ന് പറയാൻ കഴിയോ? എന്തിനാ അങ്ങനെ പറയണ? ആലോചിച്ചിട്ടല്ലേ ഞങ്ങൾ പറയലുള്ളൂ, പറഞ്ഞിട്ട് ആലോചിച്ചില്ലല്ലോ. കുറിച്ച് പറയണം. ശംസുലുലമയെ ശംസുല് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും കാവൽ നിൽക്കുകയും ചെയ്ത കാന്തപുരം ഉസ്താദിൽ നിന്ന് അടർത്തി മാറ്റി തങ്ങളുടെ അസൂയയും അഹന്തയും തങ്ങളുടെ കാപട്യങ്ങളും ചെലവാക്കാൻ മുസ്ലിം സമുദായത്തിൽ വ്യക്തിത്വമുള്ള ഒരു പണ്ഡിതൻ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ആ ശംസുലുലമയെ ബലിയാടാക്കുകയായിരുന്നു ഈ കക്ഷികൾ. അതാ പറഞ്ഞേ. ഇത് ശരിക്കും മനസ്സിലാക്കിയത് ആരാണ്? എസ്കക്കാരന്റെ ഭാഷയിൽ തന്നെ ഞാൻ പറയട്ടെ, കറാമത്തുള്ള പണ്ഡിതനായ ശംസുലുലമ. എങ്ങനെ പറയട്ടെ? കറാമത്തുള്ള പണ്ഡിതനായ ശംസുലുലമ. അല്ലല്ലല്ലല്ല, ഞാൻ കറാമത്തുണ്ടോ എന്നുള്ളത് വേറെ കാര്യം, ഞാൻ പറഞ്ഞത് വേറെയാണ്. ഈ എസ്കക്കാരന്റെ ഭാഷയിൽ കറാമത്തുള്ള ശംസുലുലമ എന്നാണ് അവിടെ പറഞ്ഞത്. കറാമത്തുണ്ടോ അല്ലേ വേറെ നമുക്ക് ആലോചിച്ചാ. അവിടെ പറഞ്ഞത് മൂലൊരു വഹാബികളെ പരിപാടി, അത് ഭൗതിക അക്കല് വഹാബികളെ പരിപാടിയാ. എന്നാ പിന്നെ ആ ക്ലിപ്പൊന്നും അതാണ് കക്കണ്ടേ, അതിന് തലച്ചോറും കൂടി വേണം. വഹാബികൾ തലച്ചോറുകൊണ്ടാ കക്കല്, ഇവല ഇല്ലാതെയാ കക്കണം. അതാ പ്രശ്നം. അതന്നെയാണ് നിങ്ങൾ പുറത്താക്കാനും കാരണം. അതെങ്ങനെയാ കറാമത്ത് ഉണ്ടാകുക? കാരണം അതിന്റെ അർത്ഥം ആൾക്കാരെയൊക്കെ പുറത്താക്കുക എന്നല്ല, കറാമത്തുകൊണ്ട് ആൾക്കാരെ ഔത്തുക്ക് കൊണ്ടുവരിക. മഹാന്മാരായ ഔലിയാക്കൾക്ക് മുഴുവൻ അള്ള കറാമത്ത് കൊടുത്തത്, അമ്പിയാക്കൾക്ക് മൊഴിയത്ത് കൊടുത്തത് ആൾക്കാരെ പുറത്തിരുത്താനല്ല, പുറത്തുള്ളവരെ ഔത്തുക്കൊണ്ടുവരാനാ. ഇങ്ങനെയാണ് ശംസുലുലമന്റെ മദ്ഹബില് പറയാ. നമ്മൾ നേരെ ഇങ്ങനെയാ പറയാ. പിന്നെ ഈക്കനെ പറഞ്ഞ ആൾക്കാർ നമ്മളൊപ്പം കൂടാക്കോ? അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ജന്നത്തുകൾ, അവരുടെ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ വരുന്ന കാലിനർച്ചകൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അള്ള കഴുകിക്കളയുന്നതാണ്. ായ ശംസുലുലമയുടെ പേരും പറഞ്ഞ് ഇനിയൊരു മുസ്ലിം പറഞ്ഞില്ല. അതാണ് ശംസുലുലമ മരിക്കാൻ നേരത്ത് പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അവിടെ ഉണ്ടോ? അങ്ങനെ ശംസുലുലമ പറഞ്ഞിക്കണോ? ആരോടാ പറഞ്ഞ? ഞാൻ തെളിയിച്ചു തരാം. ശംസുലുലമ അങ്ങനെ പറഞ്ഞിക്കണോ? ആ പറഞ്ഞോടത്ത് നിങ്ങൾ ഉണ്ടെങ്കിൽ ഈ പാലാണി എന്ന സ്ഥലത്ത് നിങ്ങൾ ഈ 4-5 വട്ടം മൈക്ക ചെലവാക്കി പിത്തന ഉണ്ടാക്കുമോ മനുഷ്യന്മാരെ? ഇങ്ങളെപ്പോലെ ഞങ്ങളും ആണെങ്കിൽ 4 അവിടെ എന്ന് തച്ച് ജീവൻ പോവും അല്ലേ? ഞങ്ങൾ ശംസുലുലമന്റെ ഒപ്പം നിന്നുകൊണ്ട് നിങ്ങളെ 4 മറുപടി പറഞ്ഞില്ല. ഇങ്ങളെ ശംസുലുലമനെ വിട്ടതുകൊണ്ട് ശംസുലുലമന്റെ പേരും പറഞ്ഞു, തോന്നിയാസം പറഞ്ഞു. ശംസുലുലമ പറഞ്ഞ് ഞാൻ മരിച്ചിട്ട് നിങ്ങൾ APക്ക് തർക്കം പറഞ്ഞ് നടക്കണ്ട, APക്ക് ഒന്നാന്ന് പറയുന്ന ഒരു കോലത്തിൽ നിങ്ങൾ ആകണം എന്നാണ്. അതാരോടാ പറഞ്ഞതെന്ന് ഞാൻ കേൾപ്പിച്ചു തരാം, മൂപ്പര് ബാക്കി പറയട്ടെ. ശംസുലുലമയുടെ പേരും പറഞ്ഞുകൊണ്ടൊരു മഹല്ലത്തിനും ഇനി അടിയുണ്ടാകാൻ പാടില്ല. ഇല്ല, ഒരു മഹല്ലിലും APക്ക് തല്ല് നടക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണോ? ഒക്കെ ഒന്നിച്ചണം. എന്നിട്ട് എല്ലാവരും ഒന്നിച്ചു പോണം. APക്ക് എന്നുള്ള ഇനീഷ്യൽ പ്രശ്നം വേണ്ട. ഇത് പറഞ്ഞിട്ടാണ് ശംസുലുലമ മരിച്ചുപോയത്. കാരണം മരിക്കുന്നതിന്റെ മുമ്പ് മഹാനായ ശംസുലുലമ ഈ രാജ്യത്തെ മുസ്ലിങ്ങളോട് ഞാനിതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് എവിടെയാ? എന്റെ ജീവിതകാലത്തുണ്ടായ സമസ്ത ഈ ഫിർക്കത്തിൽ നിന്ന് ഞാൻ ഒഴിവാൻ എന്ന് മുസ്ലിമീങ്ങളോട് അദ്ദേഹം സംസാരിച്ചത് എവിടെയുണ്ട്? കേട്ടോളൂ. 1996 ആഗസ്റ്റ് മാസം ഇറങ്ങിയ ചന്ദ്രിക പത്രത്തിലെ കണ്ണൂർ ജില്ലാ നേതാവുമായിരുന്ന അബ്ദുറഹിമാൻ എഴുതിയ സമസ്തയിലെ യോജിപ്പ് അന്ത്യാഭിലാഷമാണ്. അന്ത്യാഭിലാഷം എന്ന് പറഞ്ഞ അതിന്റെ പച്ച മലയാളം ഞങ്ങളെ നിലമ്പൂരിൽ മരിക്കാൻ നേരത്തെ പൂതിനാണ്. സമസ്ത യോജിക്കുക എന്ന് പറഞ്ഞാൽ ഭിന്നതീന്ന് ഞാൻ ഒഴിവാകണം എന്ന 5 ആഗ്രഹം എന്നാണ് അതിന്റെ പച്ച മലയാളം. അതാരോടാ ശംസുലുലമ പറഞ്ഞത്? സനത് പറയാണ് ഇസ്കക്കാരാ, കേട്ടോളൂ. വൈജ്ഞാനിക മേഖലയെ പ്രഭാപൂരിതമാക്കിയ ശൈഖുന IK അബൂബക്കർ മുസ്ലിയാർ നമ്മ വിട്ടുപിരിഞ്ഞു. ആ മഹൽ വ്യക്തിത്വത്തെ ജനങ്ങൾ പല വിധത്തിൽ വാഴ്ത്തുന്നു. കുറച്ചു കാലമാക്കി വാഴ്ത്തുന്നു. മഹാനവറുകളോട് നമുക്ക് കേട്ടോളൂ എസ്കക്കാരാ, മഹാനവറുകളോട് നമുക്കിന്ന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നീതി, മഹാന്റെ അവസാന നാളുകളിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇരു സമസ്തകളും യോജിക്കുക എന്നത് സഫലീകരിച്ചു കൊടുക്കലാണ്. ആ ഒരൊറ്റ നിലപാടിൽ നിന്ന്, ഈ ഫിർഖത്തിൽ നിന്ന് ശംസുലുലമ ഒഴിവായിട്ടുണ്ട്.
ഇ കെ ഉസ്താദിന്റെ പേരിൽ നിങ്ങളെ ഫിത്നക്ക് പ്രേരിപ്പിക്കുന്ന മൊയ്ലിയമാരെ മുന്നിലേക്ക് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഇരുന്ന് ഫിത്ന കേൾക്കുന്ന കാരണവന്മാരെ, മുസ്ലിം ചെറുപ്പക്കാരെ, ഇനിയുള്ള ഈ ഫിത്നകൾക്ക് ആഖിറത്തിൽ ശംസുൽ ഉലമ കൂട്ടുനിൽക്കൂല. ശംസുൽ ഉലമ നിങ്ങൾക്ക് പിന്തുണ തരൂല. അദ്ദേഹം ഇതിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. ഈ വസിയത്തിന്റെ ആകത്തുക ഇന്നീ ബരീഉം മിൻകാ, ഞാൻ ഈ ഫിത്നയിൽ നിന്ന് ഒഴിവാണ് എന്ന് പ്രഖ്യാപിച്ചതാ ശംസുൽ ഉലമ. അത് പറഞ്ഞത് അദ്രൈമാൻ കല്ലായിയോടാണ്, രേഖപ്പെടുത്തിയത് ചന്ദ്രികയിലാണ്. ഏത് റാവി അവിടെ വൗഫുള്ളത്? ബാക്കി ആരോടെ പറഞ്ഞു? മമ്പാട്ടിക്ക് വിളിച്ചു പറയേ. അല്ലല്ല, അദ്രൈമാൻ കല്ലായിനെ എരുത്തിരുന്ന് ചവിട്ടിൽ മന്ത്രിച്ചതാ ഈ സക്കാഫിയോടെ. എന്ത് ഞാനിന്ന് ഒഴിവായി, ഞങ്ങളപ്പാണ് അത് നമ്മൾ പറഞ്ഞിട്ടില്ല. ശംസുലമ പറഞ്ഞത് ഞാൻ എ പിക്കാരൊപ്പാണോ എന്നല്ല, ഈക്കക്കാരൊപ്പാണോ എന്നല്ല, പിന്നെ എ പിക്കാരും ഈക്കക്കാരും ഒന്നിച്ചു നിന്ന് അതിന്റെ ഒപ്പം നിൽക്കാനാണ്, അതിന്റെ മുന്നിൽ നിൽക്കാൻ എന്റെ ആഗ്രഹം എന്നാണ് ശംസുലമ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ശംസുലമന്റെ എതിരായി നിൽക്കുകയും അങ്ങാടികളിൽ മുഴുവനും ശംസുലമന്റെ പേരും പറഞ്ഞ് പഴയ ഫിത്ന പർവ്വതീകരിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ ശംസുലമന്റെ കൂടെ നിന്ന് നിങ്ങൾ 10 വട്ടം ചീത്തറിയുമ്പോ ഒരു വട്ടം ഞങ്ങളെ കാര്യം പറഞ്ഞ് ഞങ്ങൾ നിർത്തുകയാണ്. എന്തുകൊണ്ട്? ഞങ്ങൾ ശംസുലമന്റെ ഒപ്പം നിന്നു. സ്വാഭാവികമായും ഈക്ക ഞങ്ങളെ കൂട്ടത്തിലായി. അങ്ങനെയാണ് അതിന്റെ നത്തീജ എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് മരിച്ചുപോയത്. താൻ കബളിപ്പിക്കപ്പെടുകയായിരുന്നു, താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു. തന്റെ കൂടെയുള്ളവർ ചതിയന്മാരും അസൂയാലുക്കളുമാണ്, അവർ തന്നെ ചതിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവ് മഹാനായ ശംസുൽ ഉലമ വഫാത്തിന്റെ സമയത്ത് തിരിച്ചറിവ് കിട്ടിയ എന്താണ്? തന്നെ വഞ്ചിക്കപ്പെട്ടതാണ്, തന്നെ ചതിക്കപ്പെട്ടതാണ്, തന്നെ കബളിപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ ഇവരൊപ്പൊന്നില്ല, ആരൊപ്പമില്ല, സമസ്തന്റെ ഒപ്പമൊന്നുമില്ല, ഷെയ്ഖുനാനൊപ്പാണ് ഞാനുള്ളതെന്ന് പറഞ്ഞിട്ട് ശംസുൽ ഉലമ അവിടെ നിന്ന്. അങ്ങനെയല്ല, ഒപ്പമുള്ളവരൊക്കെ അസൂയാലുക്കളും പിത്തനക്കാരും വന്ന് ശംസുൽ ഉലമ വഫാത്തിന്റെ മുമ്പ് മനസ്സിലാക്കിയിരിക്കുന്നു. സനത് പറഞ്ഞുതരാം ബാക്കി. അതിപ്പോ അടുത്തുണ്ടായ കറാമത്ത് അല്ലല്ലല്ല, ആ കറാമത്ത് ശംസുൽ ഉലമ കാട്ടിയത് അസ്ഹരി തങ്ങളെ പ്രസിഡന്റ് ആക്കിയാണ്ടാ. അസ്ഹരി തങ്ങളെ പ്രസിഡന്റ് ആക്കിയാണ്ടാണ് ശംസുൽ ഉലമ അക്കറാമത്ത് കാട്ടിയത്. എന്തിനാ അതൊക്കെ വായിപ്പിക്കുന്നത്? എങ്ങനെയാണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ? അങ്ങനെയാ മനുഷ്യന്മാരെ. ശംസുൽ ഉലമ നേരിട്ട് വേലറിയലല്ല, ശംസുൽ ഉലമ മറ്റു ചില വഴികളിലൂടെ അവിടുത്തെ നിലപാട് വെളിവാക്കലാണ്. അങ്ങനെയാണ്. എന്തേ? അസ്ഹരി തങ്ങൾ പാപ്പ സമസ്തയുമായി ഒരിടപാടില്ലാതെ, ഇന്ത്യയിൽ തന്നെ ഒരിടപാടില്ലാതെ പുറത്തുകൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്ന കാലത്ത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കെ ഹസ്രത്ത് മരിക്കുമ്പോ ശംസുൽ ഉലമയുടെ നിർബന്ധ ബുദ്ധിയാണ് അസ്ഹരി തങ്ങൾ പ്രസിഡന്റ് ആകാനുള്ള കാരണം. അന്ന് അസ്ഹരി തങ്ങളെ പ്രസിഡന്റ് ആക്കുമ്പം തന്നെ കുറെ ആളുകൾക്ക് മുറുമുറുപ്പുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ട്? ശംസുൽ ഉലമയുടെ ഇഷ്ടപുത്രനും ശംസുൽ ഉലമയുടെ മാനസപുത്രനും ശംസുൽ ഉലമയുടെ ചില സ്വകാര്യതകൾ അറിയുന്ന ആളുമാണ് അസ്ഹരി തങ്ങൾ എന്ന ബേജാറുകൊണ്ട്. ശംസുൽ ഉലമയുടെ കൂടെയുള്ളവരൊക്കെ ആരായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിലപാടുകളിൽ ഉറച്ചു നിന്ന ശംസുൽ ഉലമയെ കേരളത്തിൽ ഭൗതികവാദികൾ വേട്ടയാടിയപ്പോ കൂടെ നിന്ന് ശംസുൽ ഉലമനെ വേദനിപ്പിച്ച ആളുകൾ, ഒന്ന് മുസ്ലിം ലീഗ് പട്ടിക്കാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട പട്ടിക്കാട് പ്രിൻസിപ്പളായിരുന്ന ശംസുൽ ഉലമക്ക് പകരക്കാരനായി അവിടെ വന്നത് KV കൂറ്റനാട്. ആരാ KV കൂറ്റനാട്? ഖുർആൻ പരിഭാഷക്കെതിരെ ശംസുൽ ഉലമ ഫത്വ ഇറക്കിയപ്പോ ചോദ്യം ചെയ്യപ്പെടാത്ത ശംസുൽ ഉലമയുടെ ഫത്വക്കെതിരെ ഫിത്ന പറഞ്ഞ ആളായിരുന്നു KV കൂറ്റനാട്. AP ഉസ്താദും EK ഉസ്താദും തമ്മിൽ തെറ്റിയപ്പോ EK ഉസ്താദിന്റെ കൂടെ ഒന്നാമത് കക്ഷി ചേർന്നത് അതേ മുസ്ലിം ലീഗ്. പിന്നെ കക്ഷി ചേർന്നത് ഇതേ KV കൂറ്റനാട്. ഞങ്ങൾ ഈ പറയുന്നില്ല ഏതാ മോമിനിയങ്ങളെ കളവുള്ളത്? ഒരക്ഷരം പറഞ്ഞിരിങ്ങള് ബാളാളക്കല് വേറെ, അത് പോയി നിങ്ങൾ അത് വിട്ടു. ഞങ്ങൾക്കത് അറിയിച്ചല്ല. നിലമ്പൂരൊക്കെ നല്ലോണം പാസ്സാകുന്ന നാടാണ്. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പത്തെ കാലം അതിന് ഫിറ്റായ കാലല്ല. നിങ്ങൾ മനസ്സിലാക്കണം, തൃശൂർ ജില്ലാ കാളിയായി ശംസുൽ ഉലമയെ നിശ്ചയിച്ചപ്പോ ശംസുൽ ഉലമക്കൊരു ജില്ലാ കാളി പോയിട്ടൊരു മഹല്ല് കാളിയാകാനുള്ള യോഗ്യതയില്ലെന്നും, പിന്നീട് AP ഉസ്താദിനെ പറഞ്ഞ അതേ ആരോപണം അന്ന് EK ഉസ്താദിനെതിരെ പറഞ്ഞ് ശംസുൽ ഉലമയുടെ ഫിത്നകൾ ഫത്വകൾ പല നാടുകളിലും ഫിത്നയുണ്ടാക്കിയിട്ടുണ്ടെന്ന് ലേഖനം എഴുതിയ ആളെ പേര് നാട്ടികവി മൂസ മുസ്ലിയാർ. AP ഉസ്താദും EK ഉസ്താദും തെറ്റിയപ്പോ പിന്നെ EK ഉസ്താദിന്റെ കൂടെ കണ്ടത് ഈ നാട്ടികനെ. ആലിബാബയും 40 കള്ളന്മാരും എന്ന പേരിൽ ലേഖനം എഴുതി
തുടർ ലേഖനങ്ങളിലൂടെ ശംസുൽ ഉലമ ഉൾക്കൊള്ളുന്ന മുശാവറയെ അവഹേളിച്ച 3 ഫൈസിമാർ, അബ്ദു ഫൈസി, റഹ്മാൻ ഫൈസി അടക്കമുള്ളവർ പിളർന്നപ്പോ നമ്മൾ കണ്ടത് ഇ കെ ഉസ്താദിന്റെ കൂടെ. ചില ഫൈസികളെ പേര് മസ്ലഹത്തിന് ഇപ്പൊ നമ്മൾ പറയണ്ട. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെ എന്ത് ചെയ്തു? ഈ ഒരു അവസ്ഥയുടെ പേരിൽ മസ്ലഹത്തിനെ കുറിച്ചൊക്കെ മറക്കണല്ലോ. മഹാനായ ശംസുൽ ഉലമയുടെ കൂടെ കൂടിയവർ മുഴുവനും അദ്ദേഹത്തെ വേദനിപ്പിച്ചവർ. എന്നാൽ ശംസുൽ ഉലമ പിണങ്ങി നിൽക്കുന്നവരോ അന്ന് ശംസുൽ ഉലമക്ക് കരുത്തു പകർന്നവർ. എന്നിട്ട് മൂപ്പര് ചോദിക്കാണ്, എവിടെയാണ് അതൊക്കെ ഉള്ളത്? അത് ശംസുൽ ഉലമ അസേരി തങ്ങളെ നാക്കിലൂടെ പറഞ്ഞതാണ്. അങ്ങനെയല്ലേ കുത്താറാത്തി പടുത്തുമ്പോ മൊയ്തീൻ ഷെയ്ഖ് റാത്തി പടുത്തുന്നവന്റെ കത്തിമണ് വരല്? അതാ കറാമത്തെ. കുത്തിയ മുറി കൂട്ടിക്കൊടുക്കൽ അങ്ങനെയാ. മൊയ്തീൻ ഷെയ്ഖ് വന്നിട്ട് മരുന്ന് വെച്ചു കൊടുക്കലല്ല, അതാ കത്തിമലും ചോരമ്മ കൂടിയും വരില്ല. ഇതുപോലെ അസ്ഗരി തങ്ങൾ കറാമത്ത് കാട്ടിയത് ഹസ്രത്തിന്റെ ശേഷം അസ്ഗരി തങ്ങളെ പ്രസിഡന്റാക്കി നിശ്ചയിച്ചുകൊണ്ടാണ് അസ്ഗരി തങ്ങളിലൂടെ ശംസുൽ ഉലമ സത്യം വിളിച്ചു പറഞ്ഞത്. മൂപ്പര് പറഞ്ഞത് എവിടെയാണ് ഒപ്പുള്ളോല് അസൂയാലുക്കളാന്ന് പറഞ്ഞതെന്നല്ലേ? കേട്ടോ എസ്കക്കാരാ സനത, ഇത് പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിൽ ഇറങ്ങിയ വാർഷിക സുവനീറാണ്. ആ സുവനീറിൽ അന്നത്തെ ജാമിയയുടെ പ്രിൻസിപ്പളായ അസ്ഗരി തങ്ങൾ പോരാ, അന്നത്തെ സമസ്തയുടെ പ്രസിഡന്റായ അസ്ഗരി തങ്ങൾ എഴുതിയ ഒരു അറബി ലേഖനമുണ്ട്. ലേഖന അറബി ആയതുകൊണ്ട് ഉമ്മത്ത് കഴിച്ചില്ല, ഇത് നമ്മളെ കൈ കിട്ടി. മലയാളപ്പ ഏത് എസ്കക്കാരനും തിരിയല്ലോ. അറബിയിലാണ് അസ്ഗരി തങ്ങൾ എഴുതിയത്. കേട്ടോ, എവിടെയാണ് ശംസുൽ ഉലമയുടെ കൂടെയുള്ളവർ അസൂയാലുക്കളാണെന്ന് ശംസുൽ ഉലമ മനസ്സിലാക്കി എന്നതിന് തെളിവ്, അത് വിളിച്ചു പറയാൻ പറ്റിയ ഒരു പ്രസിഡന്റിനെ ശംസുൽ ഉലമ കൊണ്ടുവന്നിരുത്തി. അങ്ങനെ ഇരുത്തിയിട്ട് ശംസുൽ ഉലമ പറയാണ്, എന്റെ കൂടെയുള്ള ആരായി പറയുന്നത്? ആ സമസ്തന്റെ പ്രസിഡന്റ്. ആ സമസ്തയുടെ പ്രസിഡന്റ് അല്ലാത്ത മറ്റു മുശാവറ മെമ്പർമാരെ കുറിച്ച് പറയുന്ന ഇബാറത്ത് കേട്ടോളൂ. എവിടെ എഴുതിയതാ? സിറാജിലല്ല. എവിടെ എഴുതിയതാ? നമ്മുടെ പ്രസിദ്ധീകരണത്തിലല്ല. എസ്കക്കാരുടെ സ്ഥാപനമായ ജാമിയയുടെ സമ്മേളന സുവനീറിൽ എഴുതുന്ന ലേഖനമാണ്. അമ്മനിഖ്തഫു ഫീ ഖുലൂബിഹിമുൽ ഹസദാത്ത്. ഇ കെ ഉസ്താദിന്റെ കൂടെ നിന്നവർ, ഞാൻ പ്രസിഡന്റായ മുശാവറയിലുള്ളവർ, അവരുടെ ഹൃദയത്തിലുള്ളത് അസൂയയാണ്. 90 കുളിച്ചണ എസ്കക്കാരന്റെ സമസ്തയെ കുറിച്ച് അന്നത്തെ അതിന്റെ പ്രസിഡന്റായ അസ്ഗരി തങ്ങൾ അവരുടെ സ്ഥാപനമായ ജാമിയയുടെ സുവനീറിലൂടെ ആ സമസ്തന്റെ ബാക്കി ഫില്ല് ചെയ്തു. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ല, ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഹാസിദീനാണ്. പറഞ്ഞില്ലേ? അത് ശംസുൽ ഉലമ കറാമത്ത് ഒഴിവാക്കിയത് അസേരി തങ്ങളെ നാക്കിലൂടെ. ഇനിയോ വീണ്ടും പറയുന്നു, ഈ മുശാവറ മെമ്പർമാരുടെ മനസ്സിലൊക്കെ വിവരക്കേടിന്റെ അസുഖങ്ങളാണ്. സമുദായത്തിന്റെ വിവരം മാറ്റാനാ സമസ്ത. വേലി തന്നെ വിളതിന്നാൽ ചങ്ങലക്കെന്ന ഭ്രാന്തായ പിന്നെ